അയച്ചു തന്നത് ഞാൻ കോപ്പി എടുത്താണ്. കോപ്പി എടുത്തതും കുറച്ച് ക്ലിയർ അല്ല. അതുകൊണ്ടാണ് ഞാൻ കോഹോസ്റ്റായ കുട്ടികളോട് ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം പ്രത്യേകം വായിക്കാൻ പറഞ്ഞു. ശരി ഹരിനന്ദൻ, നമുക്ക് മലയാളം മീഡിയത്തിൽ ആദ്യം ചോദ്യം വായിച്ചു, പിന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചോദ്യം എടുത്തു. നിങ്ങളെല്ലാവരും ആ പരീക്ഷ എഴുതിയ കുട്ടികളാണെങ്കിൽ നിങ്ങളെല്ലാവരും ആ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്തു വെച്ചാൽ നല്ലതാണ്. നമുക്ക് ഒന്നാമത്തെ ചോദ്യം, കാർത്തിക് ആ ഒന്നാമത്തെ ചോദ്യം ഒന്ന് മലയാളം വായിക്കുക, പിന്നെ കോഹോസ്റ്റായ വേറൊരു കുട്ടി അതിൻ്റെ ഇംഗ്ലീഷും വായിക്കുക. ഓക്കെ, സ്റ്റാർട്ട് കാർത്തിക്. ശരി, കാർത്തികാണ് ആ ക്യൂവില് മുന്നിൽ നിന്ന്. കാർത്തികിന്റെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും മുന്നിൽ എത്ര ആളുള്ളത്? കാർത്തികിന്റെ 16. കാർത്തികിന്റെ മുന്നിൽ 16 ആളുണ്ട്. ശരി, കാർത്തികിന്റെ പിന്നിൽ എത്ര ആളുണ്ട്? 10 ആൾ. രണ്ട് വഴിയിലൂടെ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഒന്ന് 16 10 കൂടി ആഡ് ചെയ്യുക, ഒന്ന് കൂട്ടുക, ഒരു വഴി. ഇനി വേറൊരു വഴി എന്താന്ന് പറഞ്ഞാൽ, കാർത്തികിന്റെ പിന്നിൽ 10 ആളുണ്ടെങ്കിൽ, കാർത്തികിന്റെ പിന്നിൽ 10 ആളുണ്ടെങ്കിൽ കാർത്തികും കൂടി ഉൾപ്പെടെ എത്ര ആളായി? 11 ആളായി. ഇവിടെ മുന്നിൽ 16 ആളുണ്ടെങ്കിൽ കാർത്തികും ഉൾപ്പെടെ എത്ര ആളായി? 17 ആളായി. അപ്പൊ 16 ആളായി, 17 ആളായി, 11 ആളായി. ഈ 17ഉം 11ഉം കൂടി കൂട്ടിയാൽ എത്രയാണ്? 28 ആളിൽ നിന്ന് കാർത്തികിനെ അങ്ങ് മൈനസ് ചെയ്താൽ മതി, 27. അങ്ങനെ കണ്ടുപിടിക്കാം. ഏറ്റവും എളുപ്പം അതല്ല, ഏറ്റവും എളുപ്പം നമുക്ക് ഈ 16ഉം 10ഉം കൂടി ആഡ് ചെയ്യാം. മുന്നിലുള്ള ആളെയും പിന്നിലുള്ള ആളെയും കൂടി ആഡ് ചെയ്യാം. ആ ആഡ് ചെയ്തതിനു ശേഷം 26 കിട്ടും. അതിൻ്റെ കൂടെ ഒരാളെയും കൂടി കൂട്ടിയാൽ മതി. ആ ഒരാൾ ആരാണ്? എത്രയാണ് ആൻസർ കിട്ടിയത്? 27. ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? നടുത്താൾ എന്ന് പറഞ്ഞാൽ കാർത്തികാണ്. കാർത്തികാണ് ഇവിടെ നിൽക്കുന്നത്. നടുക്കെന്ന് പറഞ്ഞോളെ കാർത്തികാണ് ഇവിടെ ഉള്ളത്. കാർത്തികിന്റെ പിന്നില് 11 ആൾ എന്ന് പറയുമ്പോൾ ഇവിടെ 10, അവിടെ അപ്പുറം 17 എന്ന് പറയുമ്പോൾ അപ്പം 11ഉം രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് 11ഉം 17ഉം കൂടി കൂട്ടിയിട്ടുള്ള 28ൽ നിന്ന് ഒന്ന് കുറയ്ക്കാം, അല്ലെങ്കിൽ 16ഉം 10ഉം കൂടി കൂട്ടിയിട്ടുള്ള 26ൻ്റെ കൂടി ഒന്ന് കൂട്ടാം. നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അത് സ്വീകരിക്കാം. മറ്റുള്ള കുട്ടികൾ ഹരിനന്ദ് അതൊന്ന് ഇംഗ്ലീഷിൽ പറയാമോ? ഹരിനന്ദ് ഇംഗ്ലീഷ് മീഡിയം ആണോ മലയാളം മീഡിയം ആണോ? ഇംഗ്ലീഷ് മീഡിയം അല്ലേ. ഇനി അടുത്തത് ധ്യാന ഇന്നില്ലല്ലോ. ധ്യാന അറ്റൻഡ് ചെയ്തിട്ടില്ല. ദേവനന്ദ ഇല്ല. സാധാരണ വരുന്ന കുട്ടികളൊന്നും ഇല്ലേ ഇന്നല്ലേ? ഉറങ്ങിപ്പോയോ? ശരി, അടുത്ത ചോദ്യം എന്താണ്? 64
64 അല്ല 6? 64 സമചതുര കട്ടകൾ. ഉം, 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 64 സമചതുര കട്ടകൾ ചേർന്ന് വലിയ സമചതുരം ഉണ്ടാക്കി. ഉം, 6 വശവും പെയിന്റ് ചെയ്തു. ഉം. എന്നാൽ പെയിന്റ് ചെയ്യാത്ത ചെറു സമചതുരങ്ങളുടെ എണ്ണം എത്ര? എത്രയാ? കിട്ടിയില്ല. കിട്ടിയിട്ടില്ല. ഹരിനന്ദ എത്രയാ? 8 ശരി. എങ്ങനെയാ കിട്ടിയത് അറിയാമോ? ഒരു മിനിറ്റ് ഞാൻ അതിന്റെ ഇംഗ്ലീഷ് വേർഷൻ ക്വസ്റ്റ്യൻ, കാരണം ഇന്നത്തെ ഇതിൽ പങ്കെടുക്കാത്ത കുട്ടികൾ ഉണ്ടാവുമല്ലോ, അവര് അതിന്റെ ഇംഗ്ലീഷ് വേർഷൻ ക്വസ്റ്റ്യൻ ഉണ്ടോ എന്ന് നോക്കാലോ, അതുകൊണ്ടാണ്. When 64 identical cubes are combined to form a large cube and painted ഒരു മിനിറ്റ് എൻ്റെ ഫോണിന് ചെറിയൊരു പ്രശ്നമുണ്ട്. ഫോണൊന്ന് ക്ലിയർ ആയിക്കോട്ടെ. എല്ലാവരും സഹായിക്കുക. ഇപ്പോൾ ഓക്കെ ആണോ? കാണാൻ കഴിയുന്നുണ്ടോ? യെസ്. ഹരിനന്ദ ഓക്കെ ആണോ ഇപ്പോൾ? ഹലോ ഹരിനന്ദ്, ഓക്കെ ആണോ? ഓക്കെ, ശരി ശരി ശരി. എന്താണ് ഹരിനന്ദ ചോദ്യം? ഇംഗ്ലീഷ് ഒന്ന് വായിച്ചേ. When 64 identical cubes are combined to form a large cube and painted with 6 sides, then how many unpainted smaller cubes are there? ശരി. അതിന്റെ ആൻസർ 2 × 2 × 2 ആണ്. 8 ആൻസർ. എങ്ങനെയാ കിട്ടുന്നത് ഹരിനന്ദ്? അതായത് 64 ചതുരങ്ങള് ക്യൂബ് ആക്കുമ്പോ ഒരു സൈഡില് 4 എണ്ണമില്ലേ ഉണ്ടാവും? ശരി. ഒറ്റ വിട്ട് ഒരു സൈഡിൽ 4 എണ്ണം വീതം ഉണ്ടാവും. അത് ശരിയാണ്. 4 കട്ട വീതം ഉണ്ടാക്കുമ്പോൾ എല്ലാ വരിയിൽ നിന്നും എല്ലാ ഭാഗത്തു നിന്നും ഓരോന്ന് എടുത്തു മാറ്റുക. ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ഒരു മിനിറ്റ്. 4 കട്ടകൾ വീതം ഉണ്ടാകുമ്പോൾ എന്ന് പറഞ്ഞാൽ 64ന്റെ ക്യൂബ് റൂട്ടാണ് ഉദ്ദേശിച്ചത്. 64ന്റെ ക്യൂബ് റൂട്ട് എത്രയാണ്? 64 കിട്ടണമെങ്കിൽ 4 3 പ്രാവശ്യം എഴുതി കുടിച്ചാൽ കിട്ടുമല്ലോ. അപ്പം 64ന്റെ ക്യൂബ് റൂട്ടായ 4 എടുത്തു. 4 കട്ടകൾ വീതം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കുക, 4 കട്ട വീതം ഉണ്ടാക്കുമ്പോൾ എല്ലാ വരിയിൽ നിന്നും എല്ലാ ഭാഗത്തു നിന്നും ഓരോന്ന് എടുത്തു മാറ്റുക. നീളത്തിൽ നിന്നും റൈറ്റിൽ നിന്നും ലെഫ്റ്റിൽ നിന്നും ഓരോന്ന് എടുത്തു മാറ്റുക. അത് ക്ലിയർ ആയോ? മുകളിൽ താഴെയായി ഓരോ വരിയും എടുത്തു മാറ്റുക. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഉൾക്കാമ്പ് എന്ന നിലയിൽ 4 - 2 ആണ് ഉണ്ടാവുക. 4 - 2 2 2 × 2 × 2 8 ഉത്തരം. കാർത്തിക് ക്ലിയർ ആയോ? അത് യെസ് ഓർ നോ? കുറച്ചാ ക്ലിയർ ആയിക്കോളൂ. ഓക്കെ, ഹരിനന്ദ ഒന്ന് വിവരിച്ചു കൊടുക്കുന്നത്. അതായത് 64 കട്ടകൾ ചേർത്ത് വെക്കുമ്പോൾ 64 ക്യൂബ് റൂട്ടായ 4 ആണ് ഒരു വശത്ത് ഉണ്ടാവുക. ഈ 4 വശമുള്ള ഈ ഒരു ക്യൂബിൽ നിന്നും നമ്മുടെ ഓരോ സൈഡിൽ നിന്നും മുകളിലും താഴെയും ഇടതുവശത്തും വലതുവശത്തും ആയിട്ടുള്ള 4 എണ്ണം എടുത്തു കളയുന്നു. അപ്പോൾ അതിന്റെ ഉള്ളിലുള്ള കാമ്പ് നമുക്ക് കിട്ടും. അത് 4 - 2 ആയിരിക്കും. 2ന്റെ ക്യൂബ് ആയിരിക്കും സമചതുരങ്ങളുടെ എണ്ണം. നിങ്ങളെ കയ്യില് ഇങ്ങനെ ഒരു സാധനം ഇരിക്കുന്നുണ്ടോ? സാധാരണ കുട്ടികൾ കളിക്കുന്ന സാധനമല്ലേ ഇത്? നിങ്ങൾക്ക് NMMSക്ക് ക്യൂബും ഡൈസും പഠിക്കാൻ തന്നെ ഉണ്ട്. ഒന്ന് വാങ്ങിയേക്കുന്നത് നല്ലതാണ്. ശരി, ഉണ്ട്. ശരി. അപ്പം ഇവിടെ 64 തന്നുകൊണ്ട് 64ന്റെ ക്യൂബ് റൂട്ടായ 4 കിട്ടി. അതിനുശേഷം ഹരിനന്ദ് എന്ത് ചെയ്യണം?
പിന്നെ 6 വശവും പെയിന്റ് ചെയ്യാൻ പറയുന്നില്ലേ? ഒരു മിനിറ്റ്. 6 വശവും പെയിന്റ് ചെയ്യാൻ പറയുന്നില്ലേ? 6 സമചതുര കട്ടുകൾ ചേർത്ത വലിയ രൂപം, അതില് 6 വശവും പെയിന്റ് ചെയ്തിരിക്കുന്നു പറയുന്നില്ലേ? Yes, sir. യെസ്. എന്നിട്ട് അന്നപ്പോ നമ്മൾ പെയിന്റ് ചെയ്ത 6 വശവും എടുത്തറിയുന്നു. ഓക്കെ, പെയിന്റ് ചെയ്ത് 6 വശം എടുത്തു കളയും. എന്നിട്ട് അതിന്റെ ഉള്ളിൽ അന്നപ്പോ 4 - 2 2ന്റെ ക്യൂബ് ആയിരിക്കും ഉണ്ടാവുക. അതിന്റെ ഉള്ളിലുള്ള സമയതര കട്ടകളുടെ എണ്ണം. അത് കൂടുതൽ ക്ലാരിറ്റി വന്നിട്ടില്ലെങ്കിൽ ഞാനത് നിങ്ങൾക്ക് വാട്സപ്പിൽ വോയിസ് ആയിട്ട് തന്നെ ഇട്ട് തരാം, എന്നിട്ട് നോക്കിയാൽ മതി. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം കാർത്തിക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യയുടെ 4 മടങ്ങിൽ നിന്നും ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയുടെ 3 മടങ്ങ് കുറച്ചാൽ എത്ര ലഭിക്കും? ഈസിയാണ് ആ ചോദ്യം. ഹരിനന്ദ അതിന്റെ ഇംഗ്ലീഷ് ഒന്ന് വായിച്ചു. What is the difference between 4 times the largest 3-digit number and 3 times the small 4-digit number? ഈ ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ 999 അല്ലേ കാർത്തിക്? അല്ലേ? അതിനെ 4 കൊണ്ട് ഗുണിച്ചാൽ എത്രയാ? 3996. എന്താണ് ആ ഗുണിക്കാനുള്ള എളുപ്പമാർഗം? എന്താ ഈ 3996 ഇങ്ങനെ ഗുണിച്ചു നോക്കേണ്ട ആവശ്യമുണ്ടോ? 4 കൊണ്ട് ഗുണിക്കാനുള്ള എളുപ്പമാർഗം എന്താണ്? 1000 4 കൊണ്ട് ഗുണിച്ചാൽ എത്രയാ? 4000 4 കുറച്ചാൽ എത്രയാ? ആ, അതിനെ എളുപ്പം. 3996 കിട്ടി. ഇനി അടുത്ത പ്രശ്നം എന്താണ്? ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ 1000. 1000ത്തെ എത്ര കൊണ്ടാണ് ഗുണിക്കേണ്ടത്? 3 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. 1000ത്തെ 3 കൊണ്ട് ഗുണിച്ചാൽ 3000 അല്ലേ? എന്താടോ മിണ്ടാത്തത്? അല്ലേ? ഈ കോഹോസ്റ്റായ കുട്ടികളാണ് പ്രതികരിക്കേണ്ടത്. ഒരു അനാമിക, കേൾക്കാമോ? അനാമിക, ഏറ്റവും വലിയ നാലക്ക സംഖ്യ, മൂന്നക്ക സംഖ്യ ഏതാണ്? ആ, ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ ഏതാണ്? ഇവിടെ ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യയെ 4 കൊണ്ട് ഗുണിക്കാൻ ആവശ്യപ്പെട്ടു. അതിന്റെ എളുപ്പമാർഗം ഞാൻ പറഞ്ഞത് 1000ത്തെ 4 കൊണ്ട് ഗുണിച്ചിട്ട് 4 കുറച്ച് കഴിഞ്ഞാൽ മതി. ശരി, ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയെ 3 കൊണ്ട് ഗുണിക്കാൻ ആവശ്യപ്പെട്ടു. ഇത് രണ്ടും ക്ലിയർ അല്ലേ? ആ, ഇവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 996 ഓപ്ഷൻ ഉണ്ടോ? ആ, ഉണ്ടെങ്കിൽ അത് ശരിയാണ്. ഇനി മോളോട് വേറൊരു ചോദ്യം ചോദിക്കുന്നു. ഏറ്റവും വലിയ നാലക്ക സംഖ്യ ഏതാണ്? ആ, ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ ഏതാണ്? ഏറ്റവും വലിയ നാലക്ക സംഖ്യയിൽ അക്കങ്ങൾ ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യാത്തത് ഏതാണ്? ഞാനിവിടെ ഏത് നോക്കി വെച്ചാൽ മതി. ആ, ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയിൽ അക്കങ്ങൾ റിപ്പീറ്റ് ചെയ്യാത്തത് ഏതാണ്? അല്ല, 1 2 3 4 അല്ല കാർത്തികേ, അങ്ങനെ പറയരുത്. 1 2 3 4 അല്ല കാർത്തികേ, 1 2 3 4 അല്ല. 1 2 3 4 അല്ല, 1 0 2 3 ആണ്. കാരണം 0 is a ഡിജിറ്റ്. 0 ഏറ്റവും ചെറിയ ഡിജിറ്റ് ആണ്. 0 to 9 വരെ നമുക്ക് 10 ഡിജിറ്റ് ആണ് ഉള്ളത്. സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഈ മോഡലിൽ വന്നിട്ടില്ലെങ്കിലും 1 മുതൽ 100 വരെ എഴുതുമ്പോൾ 0 എത്ര തവണ ആവർത്തിക്കുന്നു? 11 തവണ. 1 മുതൽ 100 വരെ എഴുതുമ്പോൾ 1 എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നു? 21 തവണ. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന ഡിജിറ്റ് 1 ആണ്. ബാക്കിയെല്ലാം 2 ആയാലും 3 ആയാലും 9 വരെ ആയാലും 20 തവണ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. പരീക്ഷയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. പോകാം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്. എന്താണ് കാർത്തികേയ അടുത്ത ചോദ്യം? ഒരു ചതുരത്തിന്റെ വീതി 2.6 മീറ്ററും പരപ്പളവ് 10.92 ചതുരശ്ര 10.92 എന്നാ പറയാൻ പാടുള്ളൂ. 10.92 പോയിട്ട് കഴിഞ്ഞാൽ പിന്നെ പെറുക്കിയാ പറയാവൂ. പറയൂ. ഒരു ചതുരത്തിന്റെ വീതി 2.6 മീറ്ററും പരപ്പളവ് 10.92 ചതുരശ്ര മീറ്ററുമാണ്. എന്നാൽ ആ ചതുരത്തിന്റെ നീളം എത്ര? നീളം എത്രയാ? 4.92
4.2 3 വഴിയിൽ ഇതിന്റെ ഉത്തരം ചെയ്യാം. നിങ്ങൾക്ക് ഏത് വഴി വേണേ സ്വീകരിക്കാം. ഒന്ന് ഈ പരപ്പളവ് അതിന്റെ ഇംഗ്ലീഷ് വേർഷൻ ഒന്ന് വായിച്ചേ ഹരിനന്ദേ. The width of a rectangle is 2.6 meters and the area is 10.92 square centimeters. What is the length of the rectangle? ഓക്കെ, ലെങ്ത്തും ബ്രിത്തും തമ്മിൽ ഗുണിച്ചിട്ടാണല്ലോ നമുക്ക് ഇത് കിട്ടുന്നത് 10.92 കിട്ടുന്നത്. ഈ ബ്രിത്ത് നമുക്ക് 2.6 തന്നിട്ടുണ്ട്. നമുക്ക് ലെങ്ത് തന്നിട്ടില്ല, നീളം തന്നിട്ടില്ല. നീളം തന്നിട്ടില്ലെങ്കിൽ ഈ 10.92നെ നമുക്ക് 2.6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഒരു മാർഗം ഈ 2.6 ആണ്, ആ 6ലെ പോയിന്റ് ഇല്ലാതാക്കാൻ 10 കൊണ്ട് ഗുണിച്ചു. 10 കൊണ്ട് ഗുണിക്കുമ്പോൾ 109.2 വരും. 109.2നെ നമുക്ക് 26 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അത് വേണമെങ്കിൽ നമുക്ക് 1092നെ നമുക്ക് 260 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് വേണേ എടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് നേരത്തെ പറഞ്ഞിരിക്കുന്ന അതേ ആൻസർ തന്നെ 4.2 ആയിരിക്കും. ഒരു വഴി അതാണ്. അടുത്ത വഴി എന്താണ്? വേറെ എന്തെങ്കിലും വഴി നിങ്ങൾ കാണുന്നുണ്ടോ? പറയൂ. ഓപ്ഷനിൽ നിന്ന് കയറി പോകാം. ഓപ്ഷനിലെ 4.2 എടുക്കുക. 2.6 കൊണ്ട് 4.2നെ ഒന്ന് മൾട്ടിപ്പിൾ ചെയ്ത് നോക്കിയാൽ മതി, ഇത് കിട്ടുന്നുണ്ടോ. അങ്ങനെ മൾട്ടിപ്പിൾ ചെയ്താലും നമുക്ക് ഇത് വരുന്നുണ്ടെങ്കിൽ അത് ശരിയാണ്. ഈ 2 മാർഗവും നിങ്ങൾക്ക് സ്വീകരിക്കാം. ഏതാണ് ശരി നിങ്ങൾക്ക് ആലോചിക്കാം. കാരണം നിങ്ങൾ ഇത് മനസ്സിലാക്കിയാൽ മതി, നീളവും വീതിയും തമ്മിൽ ഗുണിച്ചിട്ടാണ് ഇത് കിട്ടിയത്. ഇതിൽ ഒന്ന് കിട്ടണമെങ്കിൽ ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. അത് ക്ലിയർ ആയോ നിങ്ങൾക്ക്? മറ്റുള്ള കുട്ടികൾക്ക് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. ഞാൻ മെസ്സേജ് ഓൺ ചെയ്ത് വെക്കാം. എന്തെങ്കിലും മനസ്സിലാകാത്ത ഭാഗം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. നിങ്ങൾക്ക് മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. ഇതുവരെ പറഞ്ഞിരിക്കുന്ന ഏത് 3 ചോദ്യം ഇപ്പൊ ചർച്ച ചെയ്തു. 3 ചോദ്യത്തിലും മനസ്സിലാകാത്തുണ്ടെങ്കിൽ ഇപ്പൊ പറയാം. മൈക്ക് ഓൺ ആണ്. സ്കൂളിന്റെ പേര് പറഞ്ഞിട്ട് പറയൂ, അല്ലെങ്കിൽ കുട്ടിയുടെ പേര് പറഞ്ഞിട്ട് പറയൂ. ഈ 3 ചോദ്യത്തിൽ ഏതെങ്കിലും ക്ലിയർ ആവാത്തുണ്ടെങ്കിൽ പറയാം. ആവണി. ആവണി ഏത് സ്കൂളാണ്? ആവണി ഓ ആവള സ്കൂളാ? ഓ പ്രസന്റേഷൻ സ്കൂളിലെ ആവണിക്കാണ് സംശയം. എന്താണ് ആവണിയുടെ സംശയം? പറയൂ. ഓ തേർഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു മോളെ? അയ്യോ അത് മോള് പോയല്ലേ, ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയണം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 4 ടൈംസ് ഓഫ് ലാർജസ്റ്റ് 3-digit നമ്പർ ആൻഡ് 3 ടൈംസ് ഓഫ് ലാർജസ്റ്റ് 4? അതല്ലേ ചോദ്യം അല്ലേ? മോളോട് ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും വലിയ 3-digit നമ്പർ ഏതാണ്? 999. അതിനെ 4 ടൈംസ് എന്ന് പറഞ്ഞിട്ടെങ്കിൽ ഇതിനെ 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണ്ടേ? ഇതിനെ 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാൻ ഞാൻ കണ്ട ഐഡിയ, ഇതിന്റെ തൊട്ടടുത്ത ആൾ 1000 അല്ലേ? 1000 നമുക്ക് മനസ്സിൽ തന്നെ 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ 4000 കിട്ടില്ലേ? അതിൽ നിന്ന് 4 മൈനസ് ചെയ്താൽ എത്ര കിട്ടും മോളെ? 906 കിട്ടും. 3906 കിട്ടും. ശരിയാണ്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ അത് 1000 അല്ലേ? അതിന്റെ 3 ടൈംസ് 1000ത്തെ 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ കിട്ടില്ലേ? അത് 3000 അല്ലേ? മോക്ക് മറ്റൊരു അത്ഭുതം പറഞ്ഞതാ. 3996 നിന്ന് 3000 കുറച്ചാൽ കിട്ടുന്നത് ഒരു അത്ഭുതമാണ്, 996. അത് മനസ്സിലായോ? അപ്പൊ നമ്മളെ ആൻസർ 996 മോളെ. ഇത്രയും എഴുതിയ ഉത്തരമായോ? ഇല്ല, ഉത്തരമായില്ല. 2 വര വേണം. വേണ്ടേ? വേണം.
അപ്പോൾ ആ വടിയുടെ സംശയം തീർന്നു. മറ്റു കുട്ടികൾക്ക് ഇതിലേതെങ്കിലും ക്ലിയർ ആവാത്തുണ്ടെങ്കിൽ ഒന്നുകൂടി വീഡിയോ കാണുക, എന്നിട്ട് വിളിച്ചാൽ മതി. നമ്പർ നിങ്ങൾക്ക് അറിയാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കാർത്തിക്, അടുത്ത ക്വസ്റ്റ്യൻ വായിക്കൂ. ഒരാൾ തന്റെ സ്വത്തിന്റെ ഞാൻ ഒന്ന് മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യട്ടെ. മറ്റുള്ള കുട്ടികൾ ബഹളം വരുന്നു. ഓക്കെ, യെസ്, മൈക്ക് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് മെസ്സേജ് ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട് മെസ്സേജും ഇങ്ങനെ വരുന്നു. മെസ്സേജ് ഇങ്ങനെ വേണ്ടാത്ത മെസ്സേജ് വരുമ്പോൾ വലിയ പ്രശ്നമാണ്. ഓക്കെ, അതും മ്യൂട്ട് ചെയ്തു. യെസ്, പറയൂ കാർത്തിക്, എന്താണ് അടുത്ത ചോദ്യം? ഒരാൾ തന്റെ സ്വത്തിന്റെ 1/6 ഭാഗം ഒന്നാമത്തെ മകനോ 5/9 ഭാഗം രണ്ടാമത്തെ മകനോ ബാക്കി മൂന്നാമത്തെ മകനും നൽകി. മൂന്നാമത്തെ മകന് നൽകിയത് ആകെയുള്ളതിന്റെ എത്രയിൽ എത്ര ഭാഗമാണ്? ആയിക്കോട്ടെ. ഈ മൂത്ത മകന് 6 ഭാഗം കൊടുത്തു, രണ്ടാമത്തെ മകന് 9 ഭാഗം കൊടുത്തു. രണ്ടാമന് 9 ഭാഗം കൊടുത്തു. പിന്നെ എന്താ നമ്മളെ ചോദ്യം? ബാക്കിയുള്ളത് മൂന്നാമത്തെ മകനും കൊടുത്തു. ബാക്കിയുള്ള മൂന്നാമത്തെ മകനും കൊടുത്തു. എന്നിട്ടോ മൂന്നാമത്തെ മകന് നൽകിയത് ആകെയുള്ളതിന്റെ എത്ര ഭാഗം? മൂന്നാമന് കിട്ടിയത് ആകെയുള്ളതിന്റെ എത്ര ഭാഗം എന്നാണ്. അതിന്റെ ഇംഗ്ലീഷ് വേർഷൻ ഒന്ന് വായിക്കാറുണ്ട്. Sir, ये question പക്ഷേ a man gave 1/6 of his property to his first son, 5/9 to his second son, and 3/4 to his third son. What fraction of the total did he give to his third son? അതിന് ക്വസ്റ്റ്യനിൽ എന്ത് അവ്യക്തത ഉണ്ടോ എന്ന് പറയുന്നത്? Sir, 3/4 കൊടുത്തെന്ന് പറയുന്നുണ്ട് ഇതിനകത്ത്. അതാണ് ഞാൻ കുറെ ചോദ്യത്തില് 1, 2, 3 ചോദ്യം ഞാൻ വായിച്ചപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിലെ ചോദ്യത്തിലും മലയാളം മീഡിയത്തിലെ ചോദ്യത്തിലും വ്യത്യാസം വരുന്നുണ്ട്. ചില ചോദ്യം ഓപ്ഷൻ ഇല്ല. അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും കാർത്തികെ മലയാളം ഒന്നുകൂടി പറഞ്ഞാൽ അതാണ് ശരിയെന്ന് എനിക്ക് തോന്നുന്നത്. ആ ചോദ്യം ഒന്ന് വായിച്ച പോലെ. ഒരാൾ തന്റെ സ്വത്തിന്റെ 1/6 ഭാഗം ഒന്നാമത്തെ മകനും 5/9 ഭാഗം രണ്ടാമത്തെ മകനും ബാക്കി മൂന്നാമത്തെ മകനും നൽകി. മൂന്നാമത്തെ മകന് നൽകിയത് ആകെയുള്ളതിന്റെ എത്ര ഭാഗം? കറക്റ്റ് മനസ്സിലായി. ആദ്യം നമ്മള് ആദ്യത്തെ മകനും രണ്ടാമത്തെ മകനും കൂടി കൊടുത്തതെന്ന് കണ്ടുപിടിക്കുക. ഇവർക്ക് രണ്ടാം കൂടി എത്ര കൊടുത്തിട്ടുണ്ടാവും മോനെ? എന്നാലും 6ന്റെയും 9ന്റെയും LCM എത്രയാണ്? 18. പാട്ട് എടുത്തു, ശരി, ആയിക്കോട്ടെ. 18 എടുത്തു. എന്നാലോ അതും മതി. എന്നാലോ ശരി, നമുക്കൊരു കാര്യം ചെയ്യാം. 6നെ 9 കൊണ്ട് തൽക്കാലം ഒന്ന് കുടിക്കാം. എത്ര കിട്ടും? 54 കിട്ടും. ഇനി ഈ 54 ആണ് നമ്മൾ കോമൺ ആയിട്ട് എടുത്തതെങ്കിൽ 54 ആണ് നമ്മൾ കോമൺ ആയിട്ട് എടുത്തതെങ്കിൽ ബാക്കി മേലെ എത്ര വരും? 1 × 6 × 9 നമ്മൾ ചെയ്തപ്പോൾ ഇനി മേലെ നമുക്ക് എത്ര വരും എന്നെ ചോദ്യം. 15 ആണോ? 15. ഇത് 54 ആണ് എടുത്തത് എങ്കിൽ അവിടെ 15 ആണോ വരിക അല്ലെങ്കിൽ 39 ആണോ വരിക? ഈ 6 54 എത്ര 6 ഉണ്ട്? 54 6 എത്ര പ്രാവശ്യം കാർത്തിക്? 9. 1 9 9 പ്ലസ് 54 9 6 6 5 30. അങ്ങനെ 39/54 ഭാഗം 2 കൂടി കൊടുത്തു കഴിഞ്ഞു. അത് കറക്റ്റ് ആണോ? അത് ശരിയല്ലേ? ശരി. ഇനി അടുത്ത ചോദ്യം. ഈ 54 ഭാഗത്തിൽ നിന്ന് 39 ഭാഗം 2 കൂടി കൊടുത്തപ്പോൾ ബാക്കി എത്ര ഉണ്ട്? 15. കറക്റ്റ്, 15 ഉണ്ട്. അപ്പോൾ 15 54ന്റെ 15 ഭാഗമാണ് രണ്ടാമത്തെ വരി കിട്ടിയത്. ചോദ്യം എന്താണ്? സോറി, മൂന്നാമത്തെ മകന് കിട്ടി. മൂന്നാമത്തെ മകന് രണ്ടാമത്തെ മകന് ഇത് കിട്ടി. മൂന്നാമത്തെ മകന് കിട്ടിയത് ഈ 54 മൊത്തത്തിന്റെ 15 ഭാഗമാണ് എന്ന് മൂന്നാമത്തെ മകന് കിട്ടിയത്. നമ്മുടെ ചോദ്യം എന്താണ്? മൂന്നാമത്തെ മകന് നൽകിയത് ആകെയുള്ളതിന്റെ എത്ര ഭാഗം? ഇത് തന്നെ 5/54 ഭാഗം.
അതില്ലേ? ഓപ്ഷനിലില്ലേ? ഉണ്ട് സർ. ഓപ്ഷനിൽ അതില്ലേ? ഉണ്ടോ? ആ, ഉണ്ടെങ്കിൽ അതൊന്ന് വിവരിക്കുക ആയിരുന്നു. അതായത് ഒരാൾ തന്റെ മൂത്ത മകന് തന്റെ വസ്തുവിന്റെ 1/6 ഭാഗം നൽകി. രണ്ടാമത്തെ മകന് 5/9 നൽകി. അപ്പോൾ മൂത്ത മകനും രണ്ടാമത്തെ മകനും കൂടി കിട്ടിയത് 39/54 ഭാഗം. ബാക്കി ഇളയ മകന് മൂന്നാമത്തെ മകന് നൽകേണ്ടത് 54-ൽ നിന്ന് 39 കുറച്ച് 15/54. അപ്പൊ അതാണ് ശരി, അത് ഈസിയാണ്. ഇത് രണ്ടും കൂടി കൂട്ടുന്നു. അപ്പൊ നമ്മൾ 54 പൊതുവായിട്ട് എടുക്കുന്നു. കാരണം മൊത്തം ഇയാൾക്ക് 54 ഉള്ളത്. 54-ൽ 39 ഭാഗം അയാൾ കൊടുത്തു കഴിഞ്ഞു. ഒന്നും രണ്ടും മകന്. അങ്ങനെ വരുമ്പോൾ മൂന്നാമത്തെ മകന് കിട്ടുന്നത് 54-ൽ നിന്ന് 39 കുറച്ചാൽ കിട്ടുന്നത് 15 ഇത് വേറെ രീതിയിൽ ഞാൻ ക്ലാസ്സിൽ കൊടുത്തപ്പോൾ ഒരു തമാശ രൂപയിൽ പറഞ്ഞിരുന്നു. കുട്ടികൾ ശ്രദ്ധിക്കുക. ഒരാൾക്ക് 3 കുട്ടികളാണുള്ളത്. ആ 3 കുട്ടികൾ അയാൾ സ്വത്തിന്റെ 1/2 ഭാഗം മൂത്ത മകന് കൊടുത്തു. രണ്ടാമത്തെ മകന് മൈക്കെന്ന് മ്യൂട്ട് ചെയ്യണേ 1/3 ഭാഗം കൊടുത്തു. അതാരവിടെ മൈക്ക് ഓൺ ചെയ്ത് പിടിച്ചത്? കോഹോസ്റ്റായ കുട്ടിയാണ്, ശ്രദ്ധിക്കുക. മൂന്നാമത്തെ മകന് 1/9 ഭാഗം കൊടുത്തു. ഇയാളെ കയ്യിലുണ്ടായിരുന്നത് ഒരു അറബി കഥയായിട്ട് ബന്ധപ്പെട്ട ചോദ്യമായതുകൊണ്ടാണ് ഒട്ടകത്തെ പേര് പറയുന്നത്. ഇയാളുടെ കയ്യിലുള്ള ക്യാമലാണ്, ഒട്ടകമാണ്. ഇയാൾ ഈ മൂത്ത മകനും രണ്ടാമത്തെ മകനും മൂന്നാമത്തെ മകനും 17 ക്യാമൽസ് ആയിരുന്നു അയാളുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത്. അതിനെ ഒരു വേദനയും ഏൽപ്പിക്കാതെ ഈ 17 എങ്ങനെ ഈ മൂത്ത മകന് കൊടുത്തു? അതിന്റെ പകുതി എങ്ങനെ കൊടുക്കും? ഈ ചോദ്യത്തിന് രസകരമായ നമ്മൾ രീതിയിൽ പറയുന്ന മറുപടി 17ന്റെ കൂടെ ഒരു ഒട്ടകത്തെയും കൂടി നമ്മൾ കൂട്ടിയാണ് എഴുതുക. അപ്പൊ 18 നമുക്ക് മൂത്ത മകന് കൊടുക്കുമ്പോൾ 18ന്റെ 1/2 ഭാഗം മൂത്ത മകന് കിട്ടും, 9 കിട്ടും. രണ്ടാമത്തെ മകന് 18ന്റെ 1/3 കൊടുക്കുമ്പോൾ 6 3 18 6 കിട്ടും. മൂന്നാമത്തെ മകന് 18ന്റെ 1/9 ഭാഗം കൊടുക്കുമ്പോൾ 2 കിട്ടും. ഇവിടെ 9 6 15 2 17 ഒട്ടകം ഓക്കെയാണ്. ഹരിനന്ദ, ഈ ഒരൊട്ടകം ഏതാണ്? നമ്മൾ കൂട്ടിയ ഒട്ടകം. അതുകൊണ്ട് ആ ഒരൊട്ടകത്തെ നമ്മൾ ഒന്നും ചെയ്യാതെ തന്നെ ഇത് വായിക്കാൻ കഴിയും. എങ്ങനെ? അത് നിങ്ങൾ ആലോചിച്ചോളൂ. നിങ്ങൾക്ക് വിട്ടു തന്നു എങ്ങനെയാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്ന സമയം. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ വായിക്കൂ കാർത്തിക്. അടുത്ത ക്വസ്റ്റ്യൻ. കാർത്തിക് പോയോ? ഒരു സംഖ്യയുടെ 20% 30% തമ്മിലെ വ്യത്യാസം 55 ആണെങ്കിൽ സംഖ്യ ഏത്? അത് ശരി. അങ്ങനെ ഒരു സംഖ്യയുടെ 20% ആ 30% ആ തമ്മിലുള്ള വ്യത്യാസം 55 ആണെങ്കിൽ ആ സംഖ്യ ഏത്? അപ്പൊ 20% 30% തമ്മിൽ വ്യത്യാസം എത്രയാണ്? 10%. എന്ന് പറഞ്ഞാൽ 10%ആണ് 55. 10%ആണ് 55. അപ്പൊ 100% എത്രയാണ്? 550. ഉത്തരം. അല്ല, ഈസി അല്ലേ? ആ, അന്ന് വായിച്ചേ, അന്ന് പറഞ്ഞു കൊടുക്കായിരുന്നു. The difference between 20% and 30% of a number is 55. What is the number? The difference between 20% and 30% is 10%. 10% is equal to 55. Then 100% is equal to 550. ഈ 10% 55 എന്നുള്ള എവിടുന്ന് കിട്ടി? ചോദ്യത്തിലുണ്ട്. ചോദ്യത്തിലുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, നിങ്ങളെ ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളെ ടീച്ചേഴ്സ് ക്ലാസ്സിൽ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ എല്ലാ ക്വസ്റ്റ്യനും എളുപ്പമാണ്. നിങ്ങൾ ഈ 3 മോഡൽ പരീക്ഷയിലും കടന്നു പോയി കഴിഞ്ഞാൽ
പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആരെങ്കിലും കൊടുക്കുന്ന സമയത്ത് അതെല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നുണ്ട്. അത് നിങ്ങൾ അവിടെ എത്തിയിട്ട് ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ഉണ്ടാവുന്ന ചില ടെൻഷൻ മാത്രമേ ഉള്ളൂ. ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യമുണ്ട്, ഏത് കണക്കിലെ ചോദ്യം കിട്ടിക്കഴിഞ്ഞാലും ഞാൻ മൈക്കോൾ ചെയ്യുന്നുണ്ട്, കണക്കിലെ ഏതൊരു ചോദ്യം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് വിഷമമുള്ളതാണെന്ന് തോന്നുകയാണെങ്കിൽ ആദ്യം എന്താ ചെയ്യേണ്ടത്? ചിരിക്കുക. ചിരിക്കുക, നന്നായിട്ടാണ് ചിരിച്ചാൽ മതി. എന്നിട്ടോ ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ റെപ്പേജിൽ ചില ജോലി നമുക്ക് ചെയ്യാനുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഫിഗറൊക്കെ വരയ്ക്കാൻ പറ്റുമെങ്കിൽ വരയ്ക്കാം. ഞാൻ ഉദാഹരണത്തിന് അടുത്ത ചോദ്യം വായിക്കുക, കറക്റ്റ് നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഒരേ അളവുള്ള രണ്ട് വാട്ടർ ടാങ്കുകളുണ്ട്. ഒന്നാമത്തതിന്റെ 30% വെള്ളമുണ്ട്. രണ്ടാമത്തേതിൽ 20 ഒഴിഞ്ഞു കിടക്കുന്നു. ഒന്നാമത്തേതിനേക്കാൾ 150 ലിറ്റർ വെള്ളം കൂടുതലുണ്ട്. ടാങ്കിന്റെ ഉള്ളം എത്ര? അതിന്റെ ഇംഗ്ലീഷ് വേർഷൻ ഒന്ന് വായിച്ചേ ഹരിനന്ദ്. There are two water tanks of the same volume. The first tank contains 30% water, while the second contains 20% less water than the first. If the second tank has 150 liters more water than the first, what is the volume? അതുകൊണ്ട് ഒന്നാമത്തെ പാത്രത്തില് 30% ഉണ്ട് എന്ന് പറയുന്നു, അത് അവിടെ കാണിച്ചു. രണ്ടാമത്തെ പാത്രത്തില് രണ്ടാമത്തെ പാത്രത്തെ പറ്റി എന്താ പറയുന്നത്? രണ്ടാമത്തെ പാത്രത്തില് the first tank contains 30%. അത് കറക്റ്റ്. ഫസ്റ്റ് ടാങ്ക് ഞാൻ ഇവിടെ വരച്ചു 30%. രണ്ടാമത്തെ ടാങ്ക് 20% കുറവുണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ടാങ്കിൽ 80% ഉണ്ടെന്ന് അർത്ഥം. അതല്ലേ ആയിരുന്നു ഉത്തരം. ഒന്നാമത്തേതിൽ 30% വാട്ടർ ഉണ്ട്, രണ്ടാമത്തേതിൽ 20% കുറവുണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തേതിൽ എത്ര ഉണ്ടാവും? 80% ഉണ്ട് എന്നല്ല എൻ്റെ അർത്ഥം. 20% കുറവുണ്ടെന്നല്ലേ പറയുന്നത്. അപ്പൊ രണ്ടാമത്തേതിൽ 80, ഇങ്ങനെ വരയ്ക്കുന്നത്. എന്നിട്ട് എന്താണ് കാർത്തിക ചോദ്യം? ഓഹോ, ഒന്നാമത്തേലേക്ക് 150 ലിറ്റർ വെള്ളം കൂടുതലുണ്ട്. ശരി, അപ്പോൾ 150 ലിറ്റർ വെള്ളം കൂടുതലുണ്ടെങ്കിൽ 80% നിന്ന് 30 കുറച്ച് കഴിഞ്ഞാൽ 50% ആണ് 150 ലിറ്റർ അല്ലേ? അത് ഉറപ്പല്ലേ? 50% 150 ലിറ്റർ. കാരണം 80% വെള്ളം ഇവിടെയുണ്ട്, 30% ഇവിടെയുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 80 നിന്ന് 30 കുറച്ചാൽ കിട്ടുന്ന 50% 150 ലിറ്റർ. റെഡി അല്ലേ? അപ്പൊ ഉള്ള അളവ് 150 ഇരട്ടി ഉണ്ടാവും. ആത്രയാ 300. കാർത്തികിന് മനസ്സിലായ സംഭവം? ഒന്ന് വിവരിച്ചു. ഒരേ അളവുള്ള രണ്ട് വാട്ടർ ടാങ്കുകളുണ്ട്. ഒന്നാമത്തേതിൽ 30% വെള്ളമുണ്ട്. രണ്ടാമത്തേതിൽ 20% ഒഴിഞ്ഞു കിടക്കുന്നു. രണ്ടാമത്തേതിൽ ഒന്നാമത്തേതിനേക്കാൾ 150 ലിറ്റർ വെള്ളം കൂടുതലുണ്ട്. ടാങ്കിന്റെ ഉള്ളളവ് എത്ര? അപ്പൊ രണ്ടും ഒരേ വലുപ്പമുള്ള ടാങ്കുകളാണ്. അതിൽ ഒന്നില് 30% വെള്ളമുണ്ട്, രണ്ടാമത്തേല് 20% ഒഴിഞ്ഞു കിടക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ 100 നിന്ന് 20 പോയാല് 80% രണ്ടാമത്തെ ടാങ്കിലെ വെള്ളം എന്ന് പറയുന്നത്. ഒന്നാമത്തെ ടാങ്കിനേക്കാൾ 150 ലിറ്റർ വെള്ളം കൂടുതൽ രണ്ടാമത്തെ ടാങ്കിൽ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോ 80% 30% കുറച്ചാല് 50%. 50% 150 ലിറ്റർ ആണ് പറയുന്നത്. 50% 150 ലിറ്റർ ആയാൽ 100% അതിന്റെ ഇരട്ടി ആയിരിക്കും. 50 × 2 = 300 ആയിരിക്കും. 300 ഓപ്ഷൻ ഉണ്ടോ മോനെ? ഉണ്ട് സാർ. ആയിരുന്നെന്തേന്ന് ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്കൂ. അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അതിൽ ചിലപ്പോൾ പ്രിന്റിൽ വന്നതായിരിക്കും. അതാണ് ഞാൻ നേരത്തെ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞത്, ക്വസ്റ്റ്യന് ചെറിയൊരു അവ്യക്തത ഉണ്ട് എന്നുള്ളത്. ഇംഗ്ലീഷ് മീഡിയത്തിൽ എനിക്കൊന്ന് മലയാളം മീഡിയം ഓക്കെ എന്ന് തോന്നുന്നു. ഒരു കുഞ്ഞ് ട്വിസ്റ്റ് ആയിരുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഏതോ ഒരു പേപ്പറിൽ.
അതെ, അതൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമുക്കതിലും ചർച്ച ചെയ്യാം. ഞാൻ രണ്ട് മീഡിയത്തിൻ്റെയും വിവരങ്ങൾ കിട്ടിയോണ്ട് പറയുന്നതാണ്. അതിൽ ചെറിയ അവ്യക്തത ഉണ്ട്. എന്തായാലും കാര്യം ഇതാണ്. കാര്യം ഇത് മനസ്സിലായോ? 300 ശരി, അത് മനസ്സിലായോ? ഓക്കെ. ആ, നമ്മളെ ഒരു പെൺകുട്ടിയില്ലേ തൃശ്ശൂർ ജില്ലയിലല്ല, ആ കുട്ടി പോയോ? ആ, അതൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ. എന്താ നമ്മളെ പേര്? ആ, അനാമിക. പറയും അനാമിക. There are two tanks of the same volume. First tank contains 30%, while second tank contains 20% less. So, second tank contains 80% of water. And second tank has 150 liter more than the first. So, 80 minus 30, 50% is 150 liters. So the tank volume is 150 into 2, 300 liters. ഗുഡ്. 300 ലിറ്റർ. ഓക്കെ ഓക്കെ. ഞാൻ ഈ മൈക്കൊന്ന് ഓൺ ചെയ്യുന്നുണ്ട്. ഇതുവരെ പറഞ്ഞ ഏതെങ്കിലും ചോദ്യം ഏതെങ്കിലും കുട്ടിക്ക് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഇപ്പൊ പറയാം. യെസ്, പറയാം. ആ, പറയാം. എങ്ങനെ? 64 ചതുരക്കെട്ടുകൾ അതൊന്നുകൂടി പറയാം. അത് ലാസ്റ്റ് ഞാൻ ഒന്നുകൂടി പറയാം. ഞാൻ ശരിക്കും അത് വരച്ച് കാണിച്ചാൽ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈ ചതുരക്കട്ടയുടെ കാര്യം എടുക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള സാധനം എടുത്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ വേഗം മനസ്സിലാവും. അതുകൊണ്ടാണ് അത് ഞാൻ ലാസ്റ്റ് ഒന്നുകൂടി സമയത്തെ പറയാം കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ വോയിസ് ഇട്ടുതരാം. ആരാ പേരെന്താ? ഓ, ഏത് സ്കൂളാ? എവിടെ? കായണ്ണ, കാരന്തൂര്. ഓക്കെ, കാരന്തൂര് UP. ഒന്നുകൂടി ആ വീഡിയോ കണ്ടിട്ട് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ വോയിസ് നിങ്ങൾക്ക് ഇട്ടുതരാം. വോയിസ് കിട്ടാൻ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. കാരണം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്തായാലും 6 സമയക്കട്ടുകൾ ചേർത്ത്. എങ്ങനെ മലയാളത്തിലെ ചോദ്യം ക്ലിയറാണ്? 64 സമയക്കട്ടുകൾ ചേർത്തിട്ട് ഓരോ വശു. അപ്പം അങ്ങനെയാണെങ്കിൽ ക്യൂബ് റൂട്ട് ഓഫ് 64 4 കിട്ടിയത് നിങ്ങൾക്ക് മനസ്സിലായോ? ആ, അപ്പോൾ ഇക്വേഷൻ വെച്ചാൽ കിട്ടും. എന്താ ഇക്വേഷൻ പറയൂ? അങ്ങനെ ചെയ്യാം. അങ്ങനെയാകുമ്പോൾ വേഗം കഴിയും. ഞാൻ ഇതാകുമ്പോൾ കുറച്ചുകൂടി ഈ ഇക്വേഷന് 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് യോഗ്യമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയിട്ടില്ലെങ്കിൽ അവസാനം കൂടി പരിഹരിക്കാം. നമുക്ക് കുറേ ചോദ്യങ്ങളുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോയിട്ട് അവസാനം കൂടി നോക്കാം. യെസ്, അടുത്തെന്താണ് മോനെ? പറ. ഒരു വടംവലി ടീമില് 11 പേരുടെ ശരാശരി തൂക്കം 80 കിലോഗ്രാമാണ്. 93 കിലോഗ്രാം തൂക്കമുള്ള ഒരാളെ മാറ്റി പകരം 82 കിലോഗ്രാം തൂക്കമുള്ള മറ്റൊരാളെ ഉൾപ്പെടുത്തിയെങ്കിൽ ഇപ്പോഴത്തെ ശരാശരി ഭാരം എത്രയാണ്? അതിന്റെ ആൻസർ മനക്കണക്കായിട്ട് കൂട്ടുകയാണെങ്കിൽ 80 കുറച്ച് തന്നെയാണ്. അതിന്റെ ആൻസർ ഒരുത്ത മനസ്സ് കണക്കൂട്ടുകയാണെങ്കിൽ, ചെയ്തു നോക്കാതെ കണക്കൂട്ടുകയാണെങ്കിൽ 80 1 കുറച്ചാൽ മതി. അതെങ്ങനെയാ? 93 എവിടെയോ പറയുന്നില്ലേ? 93 എന്താണ് പറയുന്നത്? 93 കിലോ എവിടെയോ പറയുന്നുണ്ടോ? ഒരു വടംവലി ടീമിലെ 11 പേരുടെ ശരാശരി തൂക്കം 80 കിലോഗ്രാമാണ്. 93 കിലോഗ്രാം തൂക്കമുള്ള ഒരാളെ മാറ്റിയിട്ട് എന്താ ഇത്? 93 82 കുറയ്ക്കുക. 93 82 കുറച്ച് എത്രയാ? 11. അപ്പോൾ 82 കുറഞ്ഞു. അപ്പോൾ സോറി, 93 82 കുറച്ചപ്പോൾ 11 കുറഞ്ഞു. ഓരോരുത്തർക്കും 11 എന്ന് പറയുമ്പോൾ 80 1 കുറച്ചാൽ 79 അല്ലേ? അപ്പൊ 79 നമ്മൾ ഉത്തരം. മനസ്സിലായില്ല?
മറ്റൊരു രീതിയിൽ ചെയ്യാം. ഞാൻ പറഞ്ഞുകൊണ്ടത് ഇങ്ങനെയാണ്. വേറെ രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. വേറെ രീതിയിൽ ഇത് വെച്ചിട്ട് 11 × 80 എത്രയാ? എത്ര? മിണ്ടുന്നില്ല ആരും. 880. ഓക്കെ, 880. ഓക്കെ, 11 × 80. അപ്പം പറഞ്ഞ വേറെ രീതിയാണ്. അതിൽ നിന്ന് 93 കുറച്ചു. എത്ര കിട്ടി? എത്ര കിട്ടി? ഇതെന്താണ് മിണ്ടാത്തത് കോഹോസ്റ്റ്? ഇതൊക്കെ കുറയ്ക്കാൻ എന്താ ഇത്ര താമസം? എനിക്ക് മനസ്സിലാകുന്നില്ല. എത്ര കിട്ടി? ഏ 797 787? 880 93 കുറച്ചാലോ? നിങ്ങൾ നല്ല കോഹോസ്റ്റ് തന്നെയാണ്. മറ്റുള്ള കുട്ടികൾ പറയൂ. 880 93 മൈനസ് ചെയ്താൽ എത്രയാണ്? 787. കറക്റ്റ്. ശരി. ചെറിയ സംഖ്യകൾ പോലും കുറയ്ക്കാൻ ശേഷം ബുദ്ധിമുട്ടെന്ന് തോന്നുന്നു. 11 × 80. ഇനി എൻ്റെ ചോദ്യം ഇതാണ്. 11 പേർ 80 കിലോഗ്രാം എന്ന് പറയുന്നുണ്ടെങ്കിൽ മൊത്തം 11 × 80 880. അതിൽ നിന്ന് കാർത്തിക 93 മൈനസ് ചെയ്യാൻ കാരണം എന്താണ്? പോയി. ശരി. അപ്പോൾ 787 കിലോഗ്രാം ആയിട്ട് മാറി. പിന്നെ എന്താണ് അവിടെ സംഭവിച്ചത്? 82 കൂട്ടണം. ഈ 82 എവിടെ നിന്ന് കിട്ടി? കൊണ്ടുവന്നപ്പോൾ 787 82 കൂടി കൂട്ടിയാൽ എത്രയാണ്? 869. ഈ കൂട്ടുന്നൊക്കെ വേഗം പഠിക്കണേ. 869. ഈ 869 ഇനി അവിടെ വെച്ചോളെ. 869 11 പേർക്ക് വായിക്കുന്നു. 869 11 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ്? 79. ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 93 നിന്ന് നിങ്ങൾ 82 മൈനസ് ചെയ്യാം. പോയ ആളെയും വന്ന ആളെയും ആ വ്യത്യാസം 11 കുറയും. 11 കുറയുമ്പോൾ ഓരോ ആൾക്കും ഓരോന്ന് വീതം കുറയും. അപ്പോൾ 80 നിന്ന് 1 കുറഞ്ഞാൽ 79. ഏതാ എളുപ്പം? നിങ്ങൾ തീരുമാനിക്കും. ഇതാണ് എളുപ്പം. നിങ്ങൾ പറ. 79. അതാണ് എളുപ്പം. ഹരിനന്ദ് ഇത് മനസ്സിലായോ? ഹരിനന്ദ് പോയി തോന്നുന്നു. അനാമിക, ഇത് ക്ലിയർ ആയോ? ഈ പറഞ്ഞത് ക്ലിയർ ആയി? ഒന്ന് പറഞ്ഞു കൊടുക്കൂ കോഹോസ്റ്റ് ഒരു കുട്ടി. അതായത് റീപ്ലേസ് ചെയ്യുന്ന ആൾക്കാരുടെ വെയിറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം കാണണം ആദ്യം. അപ്പൊ നമുക്ക് 11 കിട്ടും. 11 ആൾക്കാരുടെ ശരാശരിയാണ് 80 കിലോഗ്രാം. അപ്പൊ അതിൽ നിന്ന് 11 കുറയുമ്പോ 80 കുറഞ്ഞ് 79. അതിനകത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ 11 × 80 880. അതിൽ നിന്ന് 93 കുറഞ്ഞു വന്ന് പോയി എന്ന് പറയുന്നു. ഇപ്പൊ 757. 82 കൂടി എന്ന് പറയുന്നു 869. അത് 11 ഓതി വെച്ച് കഴിഞ്ഞാൽ 79. അങ്ങനെയും ചെയ്യാം. ഏത് വേണമെങ്കിലും സ്വീകരിക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം കാർത്തിക് വായിച്ചോ. കിലോമീറ്റർ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാർ ബ്രേക്ക് ചെയ്യാൻ 1 സെക്കൻഡ് വൈകിയാൽ എത്ര ദൂരം മുന്നോട്ട് സഞ്ചരിച്ചിരിക്കും? അത് നിങ്ങൾക്ക് ഞാൻ ടേബിളിൽ തന്നിട്ടില്ലേ? 18 km/മണിക്കൂർ എന്നതിന് തുല്യമാണ് 5 മീറ്റർ/സെക്കൻഡ് എന്ന് നിങ്ങൾക്ക് ഞാൻ മുമ്പേ തന്നത് ഓർമ്മയുണ്ടോ? 18 36 ആവുമ്പോൾ ഇത് 10 ആയി. 36 54 ആവുമ്പോൾ 15 ആയി. 15 മീറ്റർ/സെക്കൻഡ് ആയി. 54 72 ആകുമ്പോൾ 20 ആയി. 72 90 ആവുമ്പോൾ 25 ആയി. അതേപോലെ 108 ആവുമ്പോൾ 30 ആയി.
നിങ്ങൾക്ക് ഇത് മാത്രമേ നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കൂ. ഇവിടെ തന്നെ കിടക്കല്ലേ. 25 തുല്യമാണ്, 25 മീറ്റർ പെർ സെക്കൻഡിന് തുല്യമാണ് 90 കിലോമീറ്റർ പെർ മണിക്കൂർ. അതിലൊരു വ്യാകരണ പ്രശ്നമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. 90 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന എന്നാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനല്ല അത് കൊടുക്കേണ്ടിയിരുന്നത്. മണിക്കൂറിൽ 90 എന്ന് കാണിക്കേണ്ടിയിരുന്നു. ചോദ്യത്തിൽ പെശലുണ്ട്. മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗത്തിൽ ഓടുന്ന എന്ന് വായിക്കണം. അല്ലെങ്കിൽ 90 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിൽ എന്ന് കൊടുക്കണം. അത് കൊടുത്തിട്ടില്ല മലയാളം മീഡിയം ക്വസ്റ്റ്യനിൽ, ഞാൻ കണ്ടു. അപ്പോൾ 90 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിൽ ഓടുന്ന 1 സെക്കൻഡ് വൈകി പോലും. 1 സെക്കൻഡ് വൈകിട്ടുണ്ടെങ്കിലോ എങ്ങനെയാ കണ്ടുപിടിക്കുക? 90 കിലോമീറ്റർ വേഗതയും 1 സെക്കൻഡ് വൈകിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ചോദ്യം എന്തായിരുന്നു? എത്ര മീറ്റർ മുന്നോട്ട് പോകും? അവിടെ ഉത്തരം എത്ര മീറ്റർ മുന്നോട്ട് പോകും പറ. 25 മീറ്റർ. 90 നേരെ 25 കാണുന്ന. അല്ലെങ്കിൽ 90-നെ നിങ്ങൾ പഠിച്ചതുപോലെ 5/18 കൊണ്ട് അങ്ങ് ഗുണിച്ചാൽ മതി. ഈ 5/18 കൊണ്ട് ഗുണിക്കുന്നതിന് പകരമാണ് നിങ്ങൾക്കാണ് ഈ ടേബിൾ എഴുതുന്നത്. അത് പഠിച്ചു വെച്ചോളൂ. പറയൂ ഹരിനന്ദ്, അതിന്റെ ആൻസർ എങ്ങനെ കിട്ടി? അതിന്റെ ആവശ്യമില്ല ഹരിനന്ദേ. നിങ്ങളോട് ഈ ഒരു രീതിയിലുള്ള ബന്ധം ചോദിക്കൂ. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് പഠിച്ചു വെക്കാൻ പറഞ്ഞത്. വേഗയിലെ 18, 5, 36, 10, 54, 15, 22, 20, 90, 25, 108, 30. അത് പഠിച്ചു വെച്ചാൽ വേഗയും. ശരി, എന്തായാലും ആൻസർ എത്ര കിട്ടിയായിരുന്നു? എന്തിന്? 25 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ശരി, അടുത്ത ചോദ്യം കാർത്തിക് വായിക്കും. ഒരു കലണ്ടറിലെ 9 കളികൾ ചേർന്നിടുന്ന സമചതുരത്തിൽ ആദ്യ സംഖ്യയുടെയും അവസാന സംഖ്യയുടെയും തുക 36 ആണെങ്കിൽ നടുവിലത്തെ സംഖ്യ ഏതാണ്? ശരി ശരി, നടുവിലത്തെ സംഖ്യ ഏതാണ്? 9 കള്ളിയിലെ നടുവിലത്തെ സംഖ്യ ഏതാണെന്നാണ്. നിങ്ങളൊരു കലണ്ടറിൽ അല്ലെങ്കിൽ 9 കള്ളിയിലെ ഒരു ഫിഗർ വരച്ചു നോക്കും. നിങ്ങൾ കലണ്ടറിലെ ആദ്യ സംഖ്യ അവസാന സംഖ്യയും കൂട്ടിയിട്ട് പകുതിയാക്കാൻ നടുക്കുള്ള ആളെ കിട്ടും. അത് ഉറപ്പാണ്. ശരി, എന്താണ് ചോദ്യം? എന്താണ്? ഒരു കലണ്ടറിലെ 9 കളികൾ ചേർന്ന് വരുന്ന സമചതുരത്തിൽ ആദ്യത്തെ സംഖ്യയുടെയും അവസാനത്തെ സംഖ്യയുടെയും തുക 36 ആണെങ്കിൽ നടുവിലെ സംഖ്യ 36ന്റെ പകുതി 18. എന്താ സംശയം? 18 ആയിരിക്കും. അവിടെ ഒരു കലണ്ടറില് വേറെ ചോദ്യ. ഒരു കലണ്ടറില് 9 കള്ളിയിലെ മൊത്തം സംഖ്യകൾ കൂട്ടിയപ്പോൾ 99 കിട്ടി. ഇത് നമ്മൾ കണ്ടുപിടിക്കുക. നടുക്കത്തെ സംഖ്യ കണ്ടുപിടിക്കണം ആദ്യം. എല്ലാ നമ്പറും ഇപ്പൊ ഞാൻ എഴുതാൻ പോവുകയാണ്. 99 കിട്ടിയിട്ട് 99-നെ 9 കള്ളിന്റെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന 11 ആയിരിക്കും മിഡിൽ നമ്പർ. ഇന്ന് 11 എങ്കിൽ ഇന്നലെ 10 ആണ്. 10ന്റെ തൊട്ട മേലെ ഇവിടെ ആര് വരും? 3 വരും. 3, 4, 5, 10, 11, 12. പിന്നെ 10 കഴിഞ്ഞ ഇവിടെ കിട്ടുന്ന 17, 18, 19. ഇവിടെ നിങ്ങൾ നോക്കൂ. ഈ ആദ്യ സംഖ്യയായ 3-ഉം അവസാന സംഖ്യയായ 19 ഞാൻ കൂട്ടി. 19 + 3 22. ആ 22ന്റെ പകുതി എത്രയാണ്? അരുതേ 11. ആ 11 അടുക്കാണത്. ഇനി ഇവിടെയുള്ള 5-ഉം ഇവിടെയുള്ള 7 കൂട്ടി കോണോട് കോൺ 17-ഉം 5-ഉം എത്രയാണ്? മിണ്ടുന്നില്ലേ? നിങ്ങൾ എന്താണോ മിണ്ടാത്തത്? 22. 22ന്റെ പകുതി എത്രയാ? 11. അപ്പൊ ഏത് അപ്പുറത്തോ ഇപ്പുറത്തോ ഒരേപോലെ ഇട്ട് കൂട്ടിക്കഴിഞ്ഞാൽ പകുതി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നടുക്കുള്ള സംഖ്യ കിട്ടും. അതിനെന്താ പ്രശ്നം? അത് ഈസി ചോദ്യം. നിങ്ങളോട് ചോദിക്കേണ്ട ചോദ്യമല്ലത്. 4ാം ക്ലാസ്സിലെ മക്കളോട് ചോദിക്കേണ്ട ചോദ്യമാണ്. അടുത്ത ചോദ്യം പറ. ആ ഫിഗർ കാണുന്നില്ലേ? കാരണം അത് എന്താ അവ്യക്തത ഉണ്ട്. ആ ചോദ്യത്തില് മലയാളം മീഡിയത്തില് ചിത്രം വിട്ടുപോയിട്ടുണ്ടെന്ന് പറയുന്നു, ഇംഗ്ലീഷ് മീഡിയത്തില് ചിത്രം ഉണ്ട് എന്ന് പറയുന്നു. എന്തായാലും ഞാൻ ആ കോലം കണ്ടത് ഇങ്ങനെയാണ്. നിങ്ങൾ നോക്കിയിട്ട് ഇങ്ങനെയല്ലേ നോക്കുക. ഇതാണോ സാധനം? അല്ലേ? എങ്ങനെയാണ്? എന്റെ കയ്യിലും ആ ചിത്രം ഇങ്ങനെയാ ഉള്ളത്. നോക്കട്ടെ. ഇങ്ങനല്ലേ അതിനെന്തേ ചിത്രം?
ഇത് ഞാൻ നീട്ടിയതാന്ന് വിചാരിച്ചാൽ മതി. നിങ്ങളുടെ ചിത്രം ഞാൻ നീട്ടി എന്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് അത്രയെന്ന് വിചാരിച്ചാൽ മതി. അടിയിലൊരു parallel line ഉണ്ട്. അടിയിലൊരു പാരലൈൻ. ഇങ്ങനെയാണ് അല്ലേ? ഇതാണോ? ഇത് ലേശോട് ഇങ്ങോട്ട് യോജിക്കണം. ഇങ്ങനെയാണോ? യെസ്. ഇവിടെ 125 കൊടുത്തിട്ടുണ്ടോ? ഉണ്ട് sir. ഉണ്ട്. ഇവിടെ 110 കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ട്. കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ചോദ്യം ഞാൻ ഹരിനന്ദ ചോദിച്ചോട്ടെ. Yes sir. ഒരു ഓപ്ഷനില് ആൻസർ ഇല്ലാന്ന് വിചാരിക്കുക. നിങ്ങളുടെ പരീക്ഷ പേപ്പറിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു ചോദ്യത്തിന് ഓപ്ഷൻ്റെ ഉത്തരമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഹരിനന്ദം ഇങ്ങോട്ട് നോക്കിക്കോളെ പോലെ 5 + 3 എത്രയാ? 8. ഓപ്ഷൻ എ 10, ഓപ്ഷൻ ബി 15, ഓപ്ഷൻ സി 0, ഓപ്ഷൻ ഡി 1. ഈ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. നിങ്ങൾ എന്ത് ചെയ്യും? പരീക്ഷ ആളിന് ഇങ്ങനെ ഒരു ചോദ്യം, നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു ചോദ്യത്തിന് ഓപ്ഷനിൽ ആൻസർ ഇല്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ചു കഴിഞ്ഞാൽ 100% നിങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഹരിതം താണ്ടെങ്കിൽ എന്ത് ചെയ്യും? Sir, ഞാനത് ആ സംഖ്യ ഏകദേശം അടുത്ത ഏതേ സംഖ്യ അതിന്റെ ഓപ്ഷനിലുണ്ടോ നോക്കൂ. ഉണ്ടോ? 10 അവരോട് എഴുതിയപ്പോ തെറ്റിപ്പോയതാണെങ്കിലോ എന്ന് വെച്ച് ഞാൻ എ കൊടുക്കും. പാടില്ല. കാർത്തിക് എന്ത് ചെയ്യും? നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ അവിടെ മനസ്സിലാക്കണം. നിങ്ങൾ ഗിഫ്റ്റഡ് കുട്ടിയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ചോദ്യത്തിൽ ഓപ്ഷൻ ഇല്ല. ഈ ചോദ്യം ക്യാൻസൽ ചെയ്യാൻ സാധ്യതയുള്ളതാണ്. നിങ്ങൾ അറ്റൻഡ് ചെയ്യരുത്. ഈ ചോദ്യം നിങ്ങൾ അറ്റൻഡ് ചെയ്യരുത്. അതാണ് ഏറ്റവും നല്ല ബുദ്ധി. കാരണം ഈ ചോദ്യം നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്തിട്ട് ഒരു മാർക്ക് തരുന്നതാണ്. പിന്നെ എന്തിന് നിങ്ങൾ തെറ്റായ ഉത്തരത്തിലേക്ക് പോകുന്നു? ഹരിനന്ദ് ഇവിടെ ഇപ്പം 10നെ പരിഗണിച്ച് റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പറ്റി എന്ത് വിചാരിക്കും കമ്പ്യൂട്ടർ? 5ഉം 3ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 10 എന്ന് തോന്നൂലേ? കമ്പ്യൂട്ടർ തന്നെ ചിരിക്കൂലേ ഹരിനന്ദ്? അപ്പൊ നല്ലത് എന്താണ്? അത് അറ്റൻഡ് ചെയ്യാൻ എടുക്കുന്നതാണ് ബുദ്ധി. ശരി, എന്തെങ്കിലും ആട്ടെ. ഇത് 110ഉം ഇത് 125 കിട്ടിയാൽ ബാക്കിയൊക്കെ ചാടിപ്പോവാലോ. ഇത് കോ ഇന്റീരിയർ ആംഗിൾ, ആന്തര സഹകോണുകൾ. ഇത് എത്രയായിരിക്കും മോനെ? 125 ഇതാവുമ്പോ 55. ഈ 55ന്റെ ഓപ്പോസിറ്റും 55 ആണ്. ഇത് ലീനിയർ പെയർ, രേഖീയ ജോഡി. അപ്പോൾ ഇത് 110 ആകുമ്പോൾ ഇത് 70 ആയിരിക്കും. ആ 70ഉം 55 കൂടി കൂട്ടിയാൽ 125ന്റെ കൂടെ പിന്നെ ഒരു 55 കൂടി കൂട്ടിയാലല്ലേ നമുക്ക് എന്ത് കിട്ടുക? അപ്പൊ നമ്മുടെ ആൻസർ എത്രയാ? 55 ഡിഗ്രി. ഓക്കെയാണ്. ഹരിതത്തെ ക്ലിയർ ആയോ? യെസ്. അതൊക്കെ ഈസിയാണ് ചോദ്യം. അപ്പം അങ്ങനത്തെ പ്രശ്നമൊന്നും അതിലില്ല. അടുത്ത ചോദ്യം ഒരു ചിത്രമാണ്. അതിലെന്തോ ചെറിയ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. ആ ചിത്രം അവരങ്ങ് നീട്ടിയിട്ടുണ്ട്. അതാണ് സംഭവം. ഇതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇവിടെ വരച്ച് കാണിക്കാം. ഇന്ന് ഇതൊക്കെ ചെയ്യുന്നവരെ നിന്നോളൂ. ഇല്ലെങ്കിൽ മൊബൈല് ചാർജ് തീരുകയാണെങ്കിൽ പിന്നീട് കണ്ടാൽ മതി. ഇതായിരുന്നോ ചിത്രം? എന്താണ് കാർത്തികേയൻ ചെയ്യേണ്ടത് പറയൂ. മുകളിൽ കൊടുത്ത വരയില്ലേ? എന്നാ വേണ്ട. പോട്ടെ. മുകളിൽ വരയില്ലോ അല്ലേ? ശരി. എന്തെന്നാ പറയൂ. മുകളിൽ വരണ്ടെങ്കിൽ വരച്ചോ. എനിക്ക് എന്താ പ്രശ്നം? മുകളിൽ വരച്ചു. എന്താ സംഭവം? ഇതെന്താ ചെയ്യേണ്ടത്? 15 സെന്റിമീറ്റർ നീളവും 7 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു കാർഡ്ബോർഡിൽ നിന്നും 3 സെന്റിമീറ്റർ നീളവും 3 സെന്റിമീറ്റർ വീതിയുള്ള ഒരു ചതുരം മുറിച്ചു മാറ്റുന്നു. മുറിച്ചു മാറ്റിയ ശേഷം ഈ രൂപത്തിന്റെ പരപ്പളവ് 90 സെന്റിമീറ്റർ ആണെങ്കിൽ ചുറ്റളവ് എത്ര? ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ കാർത്തികേ. ഇതൊരു റെക്ടാങ്കിൾ അല്ലേ? ഈ റെക്ടാങ്കിളിന്റെ നീളം 10ഉം വീതി 5ഉമാണ്
അല്ലെ വീതി 4 വിചാരിക്കുക. ഞാൻ ഇവിടുന്ന് ഒരേ ഇതിന്റെ ചുറ്റളവ് എത്രയാണ്? 28. 10 10 24 24 28ആണ്. ഞാൻ ഇവിടുന്ന് ഒരേ വലിപ്പമുള്ള ഒരു 2 സെന്റിമീറ്റർ കട്ട് ചെയ്ത് ഒരു സാധനം കട്ട് ചെയ്ത് മാറ്റിയെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇതിന്റെ പരപ്പളവത്തിലേക്ക് ചുറ്റളവ് ആണോ അല്ലയോ? ആണ്. ഇനി ഇതേ ഒരു റെക്റ്റാങ്കിള് ഞാൻ മിഡിൽ നിന്ന് കട്ട് ചെയ്തു. അപ്പോൾ ചുറ്റളവോ കൂടുമോ കുറയോ? കൂടുമോ കുറയുമോ? നിങ്ങൾ വീട്ടിൽ നിന്ന് പരീക്ഷ വെക്കണം. ഒരു ചതുരത്തിന്റെ ഒരു കോണിൽ നിന്ന് നിങ്ങൾ ഒരേ വലിപ്പമുള്ള ഒരു സമചതുരക്കട്ട എടുത്തു മാറ്റിയാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് നിങ്ങൾ എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ അതിന്റെ ചുറ്റളവിൽ വ്യത്യാസം വരുമോ ഇല്ലയോ എന്ന് നിങ്ങൾ നോക്കണം. പക്ഷേ നടുക്കുന്നാവുമ്പോൾ ചെറിയ പ്രശ്നമുണ്ട്. ഈ നടുക്കുന്നത് വ്യത്യാസപ്പെടുത്തിയത് നടുക്കുന്നാണ് കട്ട് ചെയ്തത്. ഇത് കട്ട് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നതാണ് എൻ്റെ ചോദ്യം. ഇത് 15, ഇവിടുന്ന് ഇവിടെ വരെ 15. പിന്നെ വീതി 7, അതും മനസ്സിലായി. വീതി 7 എല്ലാം കൂടി ഒന്ന് കുട്ടിയൊക്കെ എത്ര ഉണ്ടാവും? ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. ആ, ഇവിടുന്ന് ഇങ്ങോട്ടും എത്രയാ ഉണ്ടാവുക? ഇതെത്രയാ? 3 ആണോ? 3. അപ്പൊ ഇതും 3. ഇവിടുന്ന് ഇവിടെ വരെയോ? കാരണം 15 ആദ്യം 3 3 6. നിങ്ങളൊന്നും പറയില്ല. ആ, അതിനകത്ത് ചോദ്യത്തിൽ ചെറിയ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാണ്. അപ്പൊ എത്രയാണ് ഹരിനന്ദ ആൻസർ കിട്ടിയത്? ഹരിനന്ദ പോയോ? ആ, കാർത്തികിന് കിട്ടിയോ എത്ര ആൻസർ? ചോദ്യം ഒരു കൃത്യമായി ഞാൻ മൈക്കൊന്ന് ഓൺ ചെയ്തിട്ടുണ്ട്. ആ ചോദ്യം ഒന്ന് കൃത്യമായിട്ട് വായിച്ചു. എന്റെ കയ്യിലെ ചോദ്യം വ്യക്തതയില്ല, അതുകൊണ്ടാണ്. 50 ആണ്. ആ, 50 സെന്റിമീറ്റർ റൈറ്റ് ആൻസർ ആണ്. പക്ഷേ അതെങ്ങനെയാ 50 കിട്ടുമെന്ന് പറയോ? 7 3 10 15 7 3 പിന്നെ 3 3 ഇതെത്രയാണ്? അവിടെ നിങ്ങളുടെ ഏരിയ ചോദിക്കൂല. ഏരിയ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇല്ലേ? ആ, അല്ല, ശരിക്ക് ചോദിക്കേണ്ടത് പെരിമീറ്റർ ആണ്. ഏരിയ നിങ്ങൾക്ക് തന്നിട്ടില്ലേ? ആ, അപ്പൊ അതാണ് ചോദ്യത്തിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ. എന്താണ് നിങ്ങളോട് ചോദിച്ചത്? എന്താണ് ഏരിയ? ആ, അതാണ് ഇംഗ്ലീഷ് മീഡിയത്തിൽ അങ്ങനെയും മലയാളം മീഡിയത്തിൽ ഇങ്ങനെയാണ്. സത്യത്തിൽ പെരിമീറ്റർ ആണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ശരി അല്ലേ? യെസ് ഓർ നോ? ആ, അതാ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ തന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് പോലും. ശരി, എന്തെങ്കിലും ആട്ടെ, കണ്ടുപിടിക്കേണ്ടത് എന്താണ് ആയിരുന്നേ? എഴുതിയിട്ടില്ല. ശരി, ക്വസ്റ്റ്യൻ എഴുതിയ ഒരു കുട്ടി പറയൂ. കൃത്യമായിട്ട് എഴുതി 50 സെന്റിമീറ്റർ കിട്ടിയ ഒരു കുട്ടി പറയൂ, എന്താണ് കണ്ടുപിടിക്കേണ്ടത്? പോയോ? എന്താണ് കണ്ടുപിടിക്കേണ്ടത്? പറയൂ. പെരിമീറ്റർ. ഈ 50 സെന്റിമീറ്റർ കിട്ടിയത് എങ്ങനെയാണ് പെരിമീറ്റർ 50 കിട്ടിയെന്ന് പറയാമോ? ചോദ്യം ഒന്ന് വായിക്കുക, ഒരാളൊന്ന് വായിച്ചേ. A square is cut out of a cardboard with dimensions 15 centimeter by 7 centimeters, leaving a 3 centimeter border. If the perimeter after cutting is 900 centimeter, what is the area of the cutout? ശരി, എത്ര കിട്ടിയത് ഉത്തരം? 50. 50 എങ്ങനെ കിട്ടി? 15 into 2 plus 7 into 2 plus 3 into 2. 15 into 2. ഓക്കെ, 15 into 2 plus 15 into 2 30 ആണ്. ആ കുട്ടിയുടെ പറയട്ടെ 30. 7 into 2 that is 14. ശരി, അത് മനസ്സിലായി. പിന്നെ 3 into 2. 3 into 2 എത്രയാ? 6. ആ, പിന്നെ Add ചെയ്യാം.
ആ ആഡ് ചെയ്തു 50. അങ്ങനെയാണ് ചെയ്തത്. സാറേ ഇത് ഫിഗർ വെച്ച് നോക്കുമ്പോൾ കിട്ടി. ഫിഗർ വെച്ച് നോക്കുമ്പോൾ എങ്ങനെ ചെയ്യുന്നത് കിട്ടിച്ചിരുന്നേ? കിട്ടിയിട്ടുണ്ടോ? എങ്ങനെ പറയൂ. അടിയിൽ നീളം 15 അല്ലേ? അതെ. മോളത്തെ 2 ഭാഗത്ത് 3 കൊടുത്തില്ലേ? അവിടെയുണ്ട് ഇവിടെയുണ്ട് 3. ശരി. അത് രണ്ടും കൂടി കൂട്ടിയാൽ 6 അല്ലേ? ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 6. ശരി. 15 6 പോയാല് 9. 9 ആയിട്ട് കറുത്ത അറിയേണ്ടതാണ്. 9 ഇത് ഉണ്ടാകുക. ഇത് 9 ഉണ്ടാകുക. ശരി. ഓക്കെ. എന്നിട്ട് ഈ അളവുകൾ മൊത്തം കൂട്ടുക. 7 3 10 3 13 9 അങ്ങനെ എല്ലാം കൂടി കൂട്ടിയാല് 50 കിട്ടുക. അപ്പൊ ഒന്ന് കൂട്ടി നോക്ക്. 15 7 22 3 25 3 28 9 37 3 40 3 43 7 റെഡിയാണ്. അതിന്റെ നേരത്തെ ഈ കുട്ടി ഇങ്ങനെ പറഞ്ഞത് 5 2 7 2 3 2. ആ കുട്ടി പറഞ്ഞത് ശരി തന്നെയാണ്. ആ ഓക്കെ. അതിനകത്ത് അത് ക്ലിയർ ആയോ? അതില് ചിത്രം വരച്ചതിലൊക്കെ ചെറിയ അവ്യക്തതകളുണ്ട് എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നിങ്ങളോട് ചോദിച്ചത്. എന്റെ കയ്യിലും ആ ചിത്രത്തെ കിട്ടിയത്. അതെ, എന്നാ പ്രശ്നമില്ല. നോട്ടെ, നമ്മളത് വിശദീകരിച്ചല്ലോ. നമ്മളതിന്റെ പ്രശ്നങ്ങൾ തീർത്ത് വിശദീകരിച്ചു. 50 കിട്ടുകയും ചെയ്തു. അടുത്ത ചോദ്യം വായിക്കുമായിരുന്നു. 10⁻8 - 1. എന്താണ് ചോദ്യം? ആ ഈ 10⁻8 എന്ന് പറഞ്ഞാൽ 10⁻8 എന്ന് പറഞ്ഞാൽ 1 കഴിഞ്ഞാൽ എത്ര 0 ഉണ്ടാവും? 1 2 3 4 5 6 7 8. 8 0 ഉണ്ടാവണം. അതിൽ നിന്ന് 1 അങ്ങ് മൈനസ് ചെയ്താൽ എത്ര 9കൾ ഉണ്ടാവും? 1 2 3 4 5 6 7 8 9. എത്ര 9കൾ ഉണ്ടാവും? 7 8. എന്താ കാർത്തികേ പറയുന്നത്? കാർത്തിക് എനിക്ക് വന്ന് കാർത്തിക് ഉറങ്ങുന്ന എനിക്ക് തോന്നുന്നു. കാർത്തിക് ഇനി ഉറങ്ങാ? പിന്നെന്താ ഇനി അത് ശ്രദ്ധിക്കാണ്ട് പറയുന്നത്? ശരി കാർത്തികേ, എത്ര 9 ഉണ്ട് മോനെ? 8 9. 8 9 ഗുണിച്ചാൽ എത്ര? എന്താണ് നമ്മളെ ചോദ്യം? എന്താ? ശരി, അക്കത്തുകയാണ് 22. ശരിയാ, ചോദ്യം അതില്ല, ഈസിയാണ്. ശരി, അടുത്ത ചോദ്യം വായിക്കും. വേഗം നോക്ക്, സമയമില്ല. ആ ആയിക്കോട്ടെ. എന്താ? ആയാൽ സ്ക്വയർ റൂട്ട് ഇല്ലേ? 1 സ്ക്വയർ റൂട്ടിൽ ഇല്ലാണ്ട് പറയൂലല്ലോ, ചോദിക്കൂല. സ്ക്വയർ റൂട്ട് ഇല്ലേ ആയിരുന്നെ? സ്ക്വയർ റൂട്ട് ഉണ്ട്. ഇന്ത്യയിൽ സ്ക്വയർ റൂട്ട് ഉണ്ടാകില്ല. ഇനി പരീക്ഷയ്ക്ക് പോയിക്കില്ലല്ലോ കാർത്തികേ? പോയിക്കാ? പിന്നെ എനിക്ക് തന്നെയാ സ്ക്വയർ റൂട്ട് ഉണ്ടാകുക. പരീക്ഷയ്ക്ക് പോയാൽക്ക് മാത്രമേ സ്ക്വയർ റൂട്ട് കൊടുക്കൂ. എനിക്ക് തരൂല. ഇനി പരീക്ഷയ്ക്ക് പോയിക്കില്ല. ശരി, 1 പോയിന്റ് 5 എത്ര എന്നാണ് ചോദ്യം. പരീക്ഷയ്ക്ക് പോയാൽക്കല്ല സ്ക്വയർ റൂട്ട് കൊടുത്തിക്ക് കാർത്തികേ. പോകാത്തിരിക്കും സ്ക്വയർ റൂട്ട് കൊടുത്തിക്കില്ല. ശരി, ഇതെത്രയാണ് പറയൂ. 1.35. ഒന്നുമില്ല, ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 4 അക്കങ്ങളുണ്ട്, സ്ഥാനങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സ്ക്വയർ റൂട്ട് ഈ സംഖ്യയിൽ ഇതിന്റെ പകുതി കൊടുത്താൽ മതി. അതാണ് ഉത്തരം. ഓക്കെ ആണോ? അപ്പം മലയാളം മീഡിയത്തിൽ ക്വസ്റ്റ്യൻ ഇല്ലാതെ തോന്നുന്നു ഈ സ്ക്വയർ റൂട്ട് കൊടുക്കാത്തത്. അത് പിന്നെ മാത്രമല്ല, ഓപ്ഷനിൽ അതില്ലേ താനും. അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. അരുന്നന്റെ ഓപ്ഷനിൽ ആ ഉത്തരം ഉണ്ടോ? 1.35 ഉണ്ടോ?
ഇല്ലേ, ഇല്ല എന്നാ പറയുന്നത്. ഉണ്ട്. ഉണ്ട്. ആ എന്നാ ഉണ്ടെങ്കിൽ അതിന്റെ ശരി. 1.35 ആണ് ശരി. ഏതൊരു ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കാർത്തിക്, അടുത്ത ചോദ്യം എന്താണ്? ഒരു ചതുരത്തിന്റെ നീളം ആ x² y² z x² y² സെറ്റ്. ആ വീതിയോ? z ആ. xy² z³ ആയാൽ ആ. വീതി പരപ്പളവ് എത്ര? ആ ഇതെല്ലാം കൂടി ഞാൻ കുറിച്ചിട്ടാ മതി. x² y² z ഇൻറ്റു x y⁻² z⁻³ എന്ന് കൊടുക്കണം, ഗുണിക്കണം. അപ്പോ ഇതെല്ലാം കൂടി ഒന്ന് ചുരുക്കിയാൽ എങ്ങനെ വരും? x² ഇതും കൂടി ഇതാക്കാൻ x⁻³ കിട്ടും. ആ y⁻² രണ്ടും 4 കിട്ടും ഇല്ലേ? ആ z⁻1 3 4 കിട്ടും. z⁻4 കിട്ടും. ഓപ്ഷൻ അതില്ല, ചോദ്യം ക്യാൻസൽ ആണ്. ഓപ്ഷൻ അതില്ലെങ്കിൽ നിങ്ങൾ ഇല്ലാത്ത ഓപ്ഷനിൽ കൊണ്ടാച്ച് ബബിൾ ചെയ്യാൻ നിൽക്കണ്ട. ആ ചോദ്യം ക്യാൻസൽ ആണെന്ന് അവർ പറയൂ. ക്യാൻസൽ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു മാർക്ക് കൂട്ടി കിട്ടും. നിങ്ങൾ വെറുതെ ഇല്ലാത്ത ഓപ്ഷനിൽ കൊണ്ടാച്ചിട്ട് കുത്തിയാൽ അല്ല ബബിൾ ചെയ്താൽ ആകെ പ്രശ്നമാണ്. ഇതാണ് ഇത്. ഈ ഉത്തരമാണ് എഴുതി വെച്ചോളൂ. ഇതാണ് ഉത്തരം. ഓക്കെ ആണോ? ഇതുവരെയുള്ള ഓക്കെ ആണോ? മറ്റു കുട്ടികൾ എന്ത് പറയുന്നു? ഓക്കെ ആണോ? ആ ആ ഈ ആൻസർ ഞാനിപ്പോ എഴുതിയതാണ് ആൻസർ. പിന്നെന്താ നിങ്ങളെ പ്രശ്നം? ഒരു കുട്ടി പറയൂ, എല്ലാവരും കൂടി പറഞ്ഞിട്ട് ബഹളം വെക്കാതെ ഒരു കുട്ടി പറയൂ, എന്താ പ്രശ്നം? ആൻസർ കീയില് ആ ആൻസർ കീയില് നിങ്ങളുടെ ആൻസർ കീ നോക്കണ്ട. നിങ്ങൾക്ക് ഇപ്പൊ ഈ എഴുതി തന്നതാണ് ശരി. നിങ്ങൾ ആൻസർ കീയിലൊക്കെ 1-2 തെറ്റുണ്ടാവും. എല്ലാ ആൻസർ കീ ശരിയാണെന്നില്ലല്ലോ, പ്രിന്റിംഗ് മിസ്റ്റേക്ക് വരാം. ഇത് ഇപ്പൊ ഞാൻ എഴുതി തന്നതാണ് ശരി, അത് വിശ്വസിക്കൂ. കാർത്തിക് ഓക്കെ ആണോ പറഞ്ഞത്? ആ അത് വിശ്വസിക്കൂ. നിങ്ങൾ അതിൻ്റെ അടുത്ത് ആൻസർ കീ കൊണ്ടാച്ചിട്ട് അന്ധമായിട്ട് വിശ്വസിക്കാതെ. ആൻസർ കീയിൽ പ്രിന്റിംഗ് മിസ്റ്റേക്ക് വരാലോ, അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങൾക്ക് ഇത് തന്നത്. നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് ചെയ്തിട്ട് എന്താ പ്രശ്നം ഉണ്ടെങ്കിൽ കൊണ്ട് വിളിക്ക്. അടുത്ത ചോദ്യം വായിക്കും. വേവാ മോനെ വേവാ. ഒരു ബാഗിനും പുസ്തകത്തിനും കൂടി 600 രൂപയാണ്. ആ ബാഗിന് പുസ്തകത്തിനേക്കാൾ 280 രൂപ കൂടുതലാണ്. ആ പുസ്തകത്തിന്റെ വിലയുണ്ട്. അപ്പൊ ഏതിനാ വില കുറവ്? പുസ്തകത്തിന്റെ വില കുറവാ. ആ വില കുറഞ്ഞതാണോ കണ്ടുപിടിക്കേണ്ടത്? കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എല്ലാം കൂടി ബഹളം വെക്കുന്നു. ആ എന്റെ ചോദ്യം, വില കുറവ് കാർത്തികേ പുസ്തകത്തിനാണോ? ആ ചെറുതാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ആ വ്യത്യാസം നിങ്ങൾ ഇതിൽ നിന്ന് മൈനസ് ചെയ്യുക. ആ വ്യത്യാസം മൈനസ് ചെയ്താൽ കിട്ടുന്നത് 320 ആ 320ന്റെ പകുതിയായിരിക്കും ബുക്കിന്റെ വില, അതായത് 160. ഇനി വലുതാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ, ബാഗിന്റെ വിലയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ 600ഉം 250 കൂടി കൂട്ടുക. അപ്പോൾ നിങ്ങൾക്ക് 880 കിട്ടും. 880ന്റെ പകുതിയായ 440 ആയിരിക്കും ബാഗിന്റെ വില. ഈ 440 160 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? കാർത്തിക മിണ്ടുന്നില്ല. 250. അപ്പൊ അതും ഓക്കെ ആയി. അപ്പോൾ ചെറുതാണ് കണ്ടുപിടിക്കണമെങ്കിൽ കുറയ്ക്കുക, പകുതിയാക്കുക. വലുതാണ് കണ്ടുപിടിക്കണമെങ്കിൽ കൂട്ടുക, പകുതിയാക്കുക. ക്ലിയർ ആയോ? യെസ്. അടുത്ത ചോദ്യം വായിക്കും കാർത്തിക്. വേഗം വായിക്കും മോനെ, സമയമില്ല. ഒറ്റ മിനിറ്റ്. പ്രോവിഡൻസ് സ്കൂളിലെ കുട്ടികൾ ഇതിലുണ്ടോ? ഇല്ലാന്ന് തോന്നുന്നു. ഉണ്ട്. ആ അവർക്ക് ഇന്ന് ക്ലാസ് വെച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിയിട്ട് കൊണ്ടുവരണേ. ശരി, ഓക്കെ. അടുത്ത എന്താ ഫിഗർ ആണോ? എന്താ ഫിഗർ? എന്ത് ഫിഗറാ?
ഒരു ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ട്. അതിലെന്താ ചോദ്യത്തിൽ എന്താ വ്യക്തത ഉണ്ട്? ട്രയാങ്കിൾ കൊടുത്തിട്ട് എന്താ ചെയ്ത്? ഭാഗം 2 സെന്റിമീറ്റർ. ഈ ട്രയാങ്കിളില് ഇങ്ങനെ ഒരു സർക്കിൾ ഉണ്ടോ? ആ 2 സർക്കിളിന്റെ കൂടിച്ചേരുന്ന ഒരു വട്ടത്തില് അത് ശരി. ഇതിന്റെ കേന്ദ്രം, ഈ സർക്കിളിന്റെ കേന്ദ്രം ഇതും ഈ സർക്കിളിന്റെ കേന്ദ്രം ഇതുമാണ്. ഇങ്ങനെയാണോ? ചോദ്യം എന്താ? 2 സെന്റിമീറ്റർ നീളമുള്ള വരയിൽ നിന്ന് നിർമ്മിച്ചതാണ് ഈ ചിത്രം. ത്രികോണത്തിന്റെ ഒരു വശം 2 സെന്റിമീറ്റർ ആയാൽ മറ്റ് 2 വശങ്ങളുടെ നീളം. അത് എളുപ്പല്ലേ? കാരണം ഇവിടുന്ന് 2 സെന്റിമീറ്ററിലാണ് ഇത് വരച്ചതെങ്കിൽ ഇതും 2 ആയിരിക്കും, ഇതും 2 ആയിരിക്കൂലേ? അതുകൊണ്ടാ കാർത്തികേ? അല്ല, ഇതിന്റെ റേഡിയസ് അല്ലേ ഇത്? ഇതിന്റെ ആരമല്ലേ ഇത്? അപ്പൊ ഇത് റേഡിയസ് ആയതുകൊണ്ട് 2 ആയിരിക്കും. ആരെന്ന് പറയണ്ടല്ലോ. ഇവിടുത്തെ വരെ 2 നിങ്ങളോട് പറഞ്ഞില്ലേ? അപ്പൊ ഇതിന്റെ ആരം ഇതിന്റെ ആയിരിക്കില്ലേ? ക്ലിയർ ആയില്ല പറഞ്ഞത്? കാർത്തിക ക്ലിയർ ആയില്ല പറഞ്ഞത്? അത് പറഞ്ഞു കൊടുക്കും മോനെ. സർക്കിളിന്റെ ആഴത്തിൽ വെച്ചിട്ട് നോക്കുമ്പോൾ ഒരു ചെറിയ സർക്കിളുണ്ട്. അതിന്റെ ഉള്ളിൽ വെച്ച ത്രികോണത്തിന്റെ ഒരു വശം 2 സെന്റിമീറ്റർ ആയാല് മറ്റേ 2 വശം ഏതെല്ലാമോ ചോദിക്കുന്നത്. അപ്പൊ അതിന്റെ ആഴം എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ ആകുമ്പോൾ ത്രികോണത്തിന്റെ 2 വശങ്ങളുടെ നീളവും 2 സെന്റിമീറ്റർ ആയിരിക്കും. അതാ കറക്റ്റ്. അതിന്റെ നീളവും 2 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ ഈ 2 സൈഡും 2 സെന്റിമീറ്റർ ആയിരിക്കും. ശരി, നിങ്ങളുടെ വൃത്തത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ്. അടുത്ത ചോദ്യം വായിക്കും മോനെ, വേഗം വായിക്കും. 2.25 എന്ന സമയം കണ്ണാടിയിൽ കണ്ട രാജു 25 മിനിറ്റ് കഴിഞ്ഞ് ഉറങ്ങാൻ കിടന്നു. ഒരു മിനിറ്റ്. ഈ അടുത്ത് 2.25 കണ്ണാടിയിൽ കാണുന്നെങ്കിൽ 11:60 നിന്ന് 2.25 മൈനസ് ചെയ്താൽ നമുക്ക് ആ ക്ലോക്കിലെ സമയം കിട്ടും. 11:60 2.25 മൈനസ് ചെയ്താൽ 9.35 കിട്ടുമോ? പക്ഷേ 9.35 അല്ല സമയം. രാജുവിനോട് പിന്നെ 25 മിനിറ്റ് ഉറങ്ങിപ്പോയിക്കോ. 35 മിനിറ്റ് ഉറങ്ങിപ്പോയി അല്ല 25 35 മിനിറ്റ് ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ 35 ഇതിനോട് കൂട്ടണം. 35 ഇതിനോട് കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 9:70 ആവും. 9:70 എന്ന് പറഞ്ഞ സമയം എപ്പോഴാണ്? 10:10. ശരി, 10:10. എന്താണ് നമ്മളെ ചോദ്യം? 10:10 ആകുമ്പോ ക്ലോക്കിലെ സമയം, ക്ലോക്കിലെ കോണളവാ. 10:10 ആകുമ്പോ ക്ലോക്കിലെ കോണളവ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഒരു ക്ലോക്കിലെ കോണളവ് കണ്ടുപിടിക്കാൻ ക്ലോക്ക് എന്ന് വരച്ചാൽ മതി. ഒരു ക്ലോക്ക് എന്ന് വരയ്ക്കുക. 12, 1, 2, 3, 4, 5, 6, 7, 8, 10. ഈ 10:10 വരച്ചാട്ടേക്ക്. സൂചികളൊക്കെ വലിപ്പം ചെറുപ്പം നിങ്ങൾ നോക്കണ്ട. 10:10 ഈ കോണത്തിനാണ് ചോദ്യം. അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാല് 115 ഡിഗ്രി കിട്ടാൻ 2 മാർഗങ്ങൾ. ഒന്ന് 30h - 5.5 m ചെയ്യാം. PSC കാരോടൊക്കെ ഞങ്ങൾ പറയുന്ന മാതിരി 30h - 5.5. അപ്പൊ 30h തരാൻ 300 വരും. 300 55 കുറച്ചെന്നുള്ള രീതിയിൽ കൊടുക്കാം. ഇനി അതാണ് കിട്ടെ. ഇവിടത്തേക്ക് നോക്കാം. ഈ 1ഉം 2ഉം തമ്മിലുള്ള കോണളവ് എത്രയാണ്? 30. 2ഉം 1ഉം തമ്മിലുള്ള കോണളവോ? ഈ കോണളവോ? ഇവിടെ വരെയും കൂട്ടിക്കോ. ഈ 10ലേക്ക് ഇല്ല, എന്നാൽ 10 വരെ കൂട്ടിക്കോ. മൊത്തത്തിൽ 30, 30, 30, 30. എത്രയാ? 120. ഈ 120 ഉണ്ടാവില്ല. ഇത്ര കുറയും. എത്ര കുറയും? ഈ 10ന്റെ പകുതി കുറയും. 10ന്റെ പകുതി 5 കുറയും. എത്ര കുറയും? എത്ര ഉണ്ടാവും നേരം? 115. ഇനി നിങ്ങൾക്ക് അഥവാ ഇത് കണ്ടുപിടിക്കാൻ വിഷമമുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 30h - 5.5 ചെയ്യാൻ മതി. 30h എന്ന് പറഞ്ഞാൽ 3 × 10. 30 × 10 that is 300 മൈനസ് 10 × 5.5 55. 300-ൽ നിന്ന് 55 മൈനസ് ചെയ്യുന്നു. എത്ര കിട്ടും?
ഉള്ളവരെ പറയണേ, വെറുതെ എന്തെങ്കിലും വിളിച്ചു പറയില്ല. 345 മൈനസ് ചെയ്താൽ പറയുന്നത് പറ. 5 4 245. ഈ 245 നിങ്ങൾ കാണുന്നില്ല. 360 നിന്ന് 245 മൈനസ് ചെയ്താൽ എത്രയാ? 360 245 മൈനസ് ചെയ്താൽ 115. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ 2 സ്റ്റെപ്പിലൂടെ കടന്നു പോകണമെന്ന് മാത്രം. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഉത്തരം കിട്ടുകയും മാത്രമല്ല, ഈ കോണിന്റെ ഈ വിരിവ് കണ്ടാൽ അറിയാം ഓപ്ഷനിലുള്ള 115 ഉണ്ടോ എന്നുള്ളത് ഏകദേശം കണ്ടാൽ അറിയാം. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ ഇതാണ് ഏറ്റവും സുഖമുള്ള മാർഗം, ഇതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇക്വേഷൻ വെച്ച് ചെയ്യാം. യെസ്, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കാർത്തിക് വേഗം വായിച്ചോ. ആ, കണ്ണാടിയിലെ പ്രതിബിംബം എന്ന് പറഞ്ഞാൽ അറിയാണെങ്കിൽ പറഞ്ഞുതരാം. ഇതാ, അത് 4ാം ക്ലാസ്സിലാണ് നിങ്ങൾ പഠിക്കുന്നത്. 12 6 1 2 3 4 5 11. സമയമില്ല, എല്ലാം കൂടി ചർച്ച ചെയ്ത് തീർക്കാൻ വിചാരിച്ചാലും. കണ്ണാടിയിൽ നിങ്ങളോട് ചോദിക്കുന്നു, കണ്ണാടിയിൽ ക്ലോക്കിലും കണ്ണാടിയിലും ഒരേ സമയം കാണിക്കുന്നത് 12 മണിയിലാണ്, അതുപോലെ 6 മണിയിലും. നിങ്ങൾ ഈ ക്ലോക്കിലെ സമയം 12 മണിയും 6 മണിയും കാണിച്ചാൽ ഒരേപോലെ കാണുന്നത് കണ്ണാടിയിൽ. അത് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. ഇല്ലെങ്കിൽ നിങ്ങൾ കണ്ണാടിയിൽ കാണുന്നത് തിരിയണമെങ്കിൽ ഇങ്ങനെ പേപ്പറിൽ ക്ലോക്ക് വരച്ചിട്ട് അതിന്റെ പേപ്പറിന്റെ മറുവശം നോക്കിയാൽ മതി. അപ്പോൾ 12 മണിയിലും 6 മണിയാകുമ്പോൾ ക്ലോക്കിലെ സമയം തുല്യമാണ്, കണ്ണാടിയും തുല്യമാണ്. 3 മണിയാകുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കിക്കോളൂ. 3 മണിയാകുമ്പോൾ നിങ്ങൾക്ക് കണ്ണാടിയിൽ 9 മണിയായിട്ടാ തോന്നുക. അപ്പൊ 12 നിന്ന് 3 കുറച്ചാൽ 9. 2 മണിയാകുമ്പോൾ 12 നിന്ന് 2 കുറച്ചാൽ 10. 1 മണിയാകുമ്പോൾ 12 നിന്ന് 1 കുറച്ചാൽ 11. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ. പക്ഷെ അതേ സമയത്ത് നിങ്ങളോട് ചില്ലറ ചോദിച്ചാലോ, ചില്ലറയായിട്ട് ചോദിച്ചാലോ, ഇപ്പൊ നിങ്ങളോട് ക്ലോക്കില് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഇപ്പൊ ക്ലോക്കിൽ 8:20 സമയം, കണ്ണാടിയിൽ എത്രയാണെന്ന് ചോദിച്ചാൽ ഇവിടെ നിങ്ങൾക്ക് 8:20 എന്ന് വരുമ്പോൾ നിങ്ങൾ ഈ 12 മണി എന്നത് നിങ്ങൾ ചില്ലറയാക്കി മാറ്റുക 11:60. 11:60 എന്ന് ചില്ലറ ഈ മിനിറ്റിലേക്ക് കൊടുക്കാൻ കാരണം ആരല്ലോ ബഹളം വെക്കുന്നത്. ഈ മിനിറ്റിലേക്ക് നമ്മൾ മാറ്റാനുള്ള കാരണം ഇവിടെ 20 കുടുങ്ങിയത് കൊണ്ടാണ്. ആ 20 കുടുങ്ങിയോണ്ട് നമ്മൾ 12 എന്നുള്ള ചില്ലറാക്കിയിട്ട് 11:60 ആക്കുന്നു. 11:60 8:20 കുറച്ച് കഴിഞ്ഞാൽ മതി. അങ്ങനെ 3:40 ആയിരിക്കും കണ്ണാടി ഉണ്ടാകുക, അല്ലെ ക്ലോക്കിൽ ഉണ്ടാകുക. തിരിച്ചു മറിച്ച് ചോദിക്കാം. ക്ലിയർ ആയോ കാർത്തിക്? അപ്പൊ അതാണ് ക്ലോക്കിലെ സമയം. ഇനിയിപ്പോ 11ന്റെ മേലോട്ട് വരികയാണെങ്കിൽ 23:60 മൈനസ് ചെയ്ത് 2 ഓർത്തിച്ചോളൂ. ഒന്നുകിൽ 11:60 മൈനസ് ചെയ്യണം. ചില സമയത്ത് 11ന്റെ മേലോട്ട് സമയം പോയാൽ 23:60 മൈനസ്. എന്താ 23:60 കൊടുക്കാൻ കാരണം കാർത്തിക്? അടുത്ത ചോദ്യം വായി. തീവണ്ടിയുടെ നീളം 120 മീറ്റർ ആണ്. 605 മീറ്റർ നീളമുള്ള ഒരു പാലം കടന്നു പോകുന്നതിന് തീവണ്ടി എത്ര സമയം എടുക്കും? അതെ, പാലത്തിന് നീളം കൂടുതലുണ്ട്. 605 മീറ്റർ നീളമുള്ള പാലം. തീവണ്ടിയുടെ നീളം എത്രയാ പറയുന്ന പോലെ? 120. ഈ 605 120 കൂടി കൂട്ടിയ എത്രയാ? 725. അപ്പൊ മൊത്തം നീളം 725 ആണ്. എന്താ കണ്ടുപിടിക്കേണ്ടത്? 90 കിലോമീറ്റർ പോകുന്ന തീവണ്ടി എത്ര സമയം? ആയിക്കോട്ടെ, 725 നീളം. 725 നിങ്ങള് 25 കൊണ്ട് മൈനസ് ചെയ്ത് എത്ര കിട്ടും? അല്ലെ ഡിവൈഡ് ചെയ്താല് കാരണം 90 കിലോമീറ്റർ പെർ മണിക്കൂറിന് തുല്യമായിട്ട് നിങ്ങൾ 25 മീറ്റർ പെർ സെക്കൻഡ് പഠിച്ചു വെച്ചിട്ടുണ്ടോ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ 605 100 കൂട്ടിയിട്ട് 725 എടുത്തു. 725 നിങ്ങൾ മീറ്ററിലേക്ക് മാറ്റിയപ്പോൾ നിങ്ങൾ അതിനെ 25 മീറ്റർ പെർ സെക്കൻഡ് 90ന്റെ വേഗതയിൽ മാറ്റണ്ടേ? യെസ്. അങ്ങനെയാണെങ്കിൽ 725/25 എത്രയാണ്? 29. അപ്പൊ 29 സെക്കൻഡ് ആണ് സമയം. ഈ 29 സെക്കൻഡ് ഓപ്ഷൻ ഉണ്ടോ?
ആ ഇല്ലെങ്കിൽ പ്രശ്നമാക്കണ്ടേ, 29 ശരി കേട്ടോ. സെക്കൻഡ് നല്ല സെന്റിമീറ്റർ എന്നാ കൊടുത്തത്. ആ അതൊക്കെ തെറ്റാണ്. 29 സെക്കൻഡ് ആണ് ശരി. ഇത് ഒന്നുകൂടി പറയണോ കാർത്തികേ? വേണ്ട. വേണ്ട, എന്നാ ഒന്ന് പറഞ്ഞു കൊടുക്കൂ. ഒരു ചോദ്യം പറയുന്നത് ഒരു തീവണ്ടിയുടെ വേഗത 90 km/h ആണ്. ആ തീവണ്ടിയുടെ നീളം 120 മീറ്റർ ആണ്. ഉം. 605 മീറ്റർ നീളമുള്ള ഒരു പാലം കടന്നു പോകുന്നതിന് തീവണ്ടി എത്ര സമയം എടുക്കും? അപ്പൊ ആകെയുള്ള നീളം എന്ന് പറയുന്നത് 605 + 120 ആ. 725 ആണ്. 725 മീറ്റർ നീളമുള്ള നീളത്തെ 90 km/h പോകുന്ന ഒരു തീവണ്ടി എത്ര സമയം കൊണ്ട് കടന്നു പോകും? 90 km/h എന്ന് പറയുന്നത് ഒരു 25 മീറ്റർ/സെക്കൻഡ് ആണ്. ഒരു സെക്കൻഡിൽ 25 മീറ്റർ പോകുന്നത് 725നെ 25 കൊണ്ട് ഹരിച്ചാല് 29 കിട്ടും. അപ്പൊ 29 സെക്കൻഡ് കൊണ്ട് 725 മീറ്റർ ട്രെയിൻ കടന്നു പോകും. നമ്മൾ 25 കൊണ്ട് ഹരിക്കാനുള്ള കാരണം നിങ്ങളോട് 725 തന്നത് മീറ്ററിലാണ്. 605 മീറ്റർ, 120 മീറ്റർ, അങ്ങനെ മീറ്ററിലാണ് തന്നത്. മീറ്ററിലാകുമ്പോൾ ഈ 90നെ നിങ്ങൾ 25 മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റണം. എന്നിട്ടാണ് 25 കൊണ്ട് ഹരിച്ചത്. ആ 25 കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 29 ആണ്. 29 സെക്കൻഡ് മതി ആ തീവണ്ടിക്ക് എത്താൻ. അതാണ് ചോദ്യം. മനസ്സിലായോ? മനസ്സിലായി സാർ. ആ ഇത് പാലാകുമ്പോ ഇങ്ങനെ, ഒരു പോസ്റ്റ് ആകുമ്പോയോ ട്രെയിനിന്റെ നീളം മാത്രം മതി, പോസ്റ്റുകൾ കൂട്ടേ വേണ്ട. പോസ്റ്റിന് അങ്ങനെ ഒന്നും നീളം കൊടുക്കാനാകില്ല, പൂത്തല കേൾക്കുന്നത്. ശരി, അടുത്ത ചോദ്യം ബൈക്ക്. ഒരു കുപ്പിയിൽ 4/5 ലിറ്റർ വെള്ളം കൊള്ളും. 32 ലിറ്റർ വെള്ളം മുഴുവൻ നിറയ്ക്കാൻ എത്ര കുപ്പി വേണം? 4/5 ലിറ്റർ വെള്ളം കൊള്ളുമല്ലോ. ആ അതിന് ഞാൻ 4000/5 ആക്കിയാലോ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. അതുകൊണ്ടാ ഇല്ലാന്ന് പറഞ്ഞു. 5000 ആക്കണ്ട. ഏ ഞാൻ ലിറ്ററിനെ ഞാൻ മില്ലി ലിറ്ററിലേക്ക് മാറ്റുകയാണ്. 4000/5 എത്രയാ? 4000/5 ആ 800 മില്ലി ലിറ്റർ ആണ്. 800 മില്ലി ലിറ്റർ. ശരി, പിന്നെന്താ നമ്മളെ ചോദ്യം എന്താ? 32 ലിറ്റർ വെള്ളം മുഴുവൻ നിറയ്ക്കാൻ എത്ര കുപ്പി വേണം? ആ 32 ലിറ്റർ. അത് ഞാൻ വീണ്ടും അതിനെ മാറ്റിയിട്ട് 32,000 ആക്കുന്നു. 32,000നെ ഞാൻ 800 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ? 400. 32,800 ഡിവൈഡ് ചെയ്താലോ? 40. 40. അപ്പൊ 40 കുപ്പി വേണം. കുപ്പികളുടെ എണ്ണം 40. 40 ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഇത് വേറെ ഏതെങ്കിലും രീതിയിൽ പറയാൻ പറ്റുമോ? വേറെ രീതി ഇതാണ്. 32. എന്താണ് 32 എന്താ തന്നത്? ആ 32 അത് പറയാം. 32 എന്താ തന്നത്? 32 എന്താ തന്നത്? 32 ലിറ്റർ വെള്ളം. ആ 32 ലിറ്റർ വെള്ളം. ഇനി വേണ്ടത് 4/5 ലിറ്റർ ആണ്. 32നെ 4/5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 32നെ 4/5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരമാണ് 32നെ 5/4 കൊണ്ട് ഗുണിക്കുന്നത്. 32നെ 5/4 കൊണ്ട് ഗുണിച്ചാൽ എത്രയാ? 40. ഇതാ 1 4 4 8 4 32 8 5 40. 40 കുപ്പികൾ വട ഇങ്ങനെയും കണ്ടുപിടിക്കാം. ഇനി ആരാ ഞാൻ പറയാന്ന് പറഞ്ഞ കുട്ടി പറയും. ആ ഓളി വഴി തന്നെ ഉദ്ദേശിച്ച്. ഈ വഴി കുറച്ചുകൂടി ഇത് ഇങ്ങനെ ചിന്തിക്കാം മനസ്സിൽ. കാരണം ഇത് മില്ലി ലിറ്ററിലേക്ക് മാറ്റിയിട്ട് ചിന്തിക്കാം. ഇന്നലെ നടന്ന ചോദ്യത്തിൽ ഏകദേശം കഴിഞ്ഞോ കാർത്തികേ? ആ കഴിഞ്ഞു. വെരി ഗുഡ്. 2 മണിക്കൂർ എടുത്തു. 2 മണിക്കൂർ കൊണ്ടാണ് നമ്മൾ 2 മണിക്കൂർ എടുത്താലോ 1.5 മണിക്കൂർ കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തീർത്തത്. കാരണം ഇതിൽ വലിയ പ്രശ്നമൊന്നുമില്ല ചോദ്യങ്ങളിൽ. പക്ഷേ 1-2 ചോദ്യത്തിൽ ചില പ്രിന്റിങ് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ഏതായാലും 3 നല്ല മോഡൽ ക്വസ്റ്റ്യനിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ഇന്നലെ നടന്ന KPSTയുടെ ക്വസ്റ്റ്യൻസ് നല്ല ക്വസ്റ്റ്യനാണ്. മുമ്പ് നടന്ന KSTയുടെ ക്വസ്റ്റ്യനും നല്ലതാണ്. KSTയുടെ ക്വസ്റ്റ്യനും നല്ലതാണ്. ആ 3 ക്വസ്റ്റ്യൻസും നല്ല ക്വസ്റ്റ്യൻ. അതൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് പ്രീവിയസ് ഇയറിലെ അതേ സംഘടനകളുടെ ക്വസ്റ്റ്യൻസും ചേർത്ത് വെച്ചുകൊണ്ട് പബ്ലിക്കിൻ്റെ ക്വസ്റ്റ്യൻസും എടുത്തു വെച്ചുകൊണ്ട്
നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നന്നായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. എല്ലാവർക്കും വിജയം നേടുന്ന കാര്യത്തിന് ഉറപ്പുണ്ട്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ചോദ്യം നിങ്ങൾക്ക് സംശയം ക്ലിയർ വരുത്താനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഈ നമ്പറിൽ വിളിക്കാം. 8686171729 എന്ന നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ചിട്ട് വാട്സപ്പ് ചെയ്യുകയോ ചെയ്യാം. ഇനി നമുക്ക് 2 ദിവസം മാത്രം ബാക്കി. തിങ്കൾ ചൊവ്വ ബുധനാഴ്ച നിങ്ങൾ നേരിട്ട് പോകുന്നു. അന്ന് പോകുന്ന സമയത്ത് ഹോൾ ടിക്കറ്റൊക്കെ എടുത്ത് 2 ബോൾ പോയിന്റ് പേനയും ബാഗിൽ വെച്ച് നല്ല ഫ്രഷ് ആയിട്ട് പോകുമ്പോൾ APJ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പോവുക. ടുഡേ ഈസ് മൈ ഡേ. ഗോഡ് ഈസ് ഓൾവേസ് വിത്ത് മീ. ഐ ക്യാൻ ഡു ഇറ്റ്. ഐ ആം എ വിന്നർ. ഐ ആം ദ ബെസ്റ്റ്. യെസ്, യു ആർ ദ ബെസ്റ്റ്. ഞാൻ കൂടെ അവസാനിപ്പിക്കാം. ഓൾ ദ ബെസ്റ്റ്.